നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഒരു രസകരമായ വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ സിനിമയിൽ എന്താ പറയുക, റിവ്യൂ ബോംബിംഗ് നടക്കുന്നു. സിനിമകളെ റിവ്യൂ ചെയ്ത് തോൽപ്പിക്കുന്നു. റിവ്യൂ ചെയ്യുന്നവന്മാരെ തിയേറ്ററിൻ്റെ 7 അയലത്ത് പോലും എത്തിക്കില്ല. ഞങ്ങൾ കാശ് കൊടുത്ത് സിനിമ കാണുമെങ്കിൽ ഞങ്ങൾ റിവ്യൂ ചെയ്യും, ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ പറയുമെന്ന് മറുവശവും. രസകരമായ ഒരു സംവാദവും ഏറ്റുമുട്ടലും ഒക്കെയാണല്ലോ നടക്കുന്നത്. കോടതിയിൽ ആരോ പോയി, അത് നിർമ്മാതാവ് ബാന്ദ്രയുടെ നിർമ്മാതാവാണെന്ന് തോന്നുന്നു, കോടതിയിൽ പോയി 7 പേർക്കെതിരെ. കോടതി ഞാനിത് മാറ്റിവെക്കുന്നു, 16-ാം തീയതി പറയാം, 18-ാം തീയതി പറയാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ച് ബാന്ദ്ര തിയേറ്ററിൽ നിന്ന് പോയാലും വിധി വരില്ല. അങ്ങനെ രസകരമാണ് റിവ്യൂ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മലയാള സിനിമ തുടങ്ങിയ കാലം മുതൽ റിവ്യൂ ഉണ്ട്. കോഴിക്കോടനും സിനിക്ക് എന്ന് പറഞ്ഞ 2 പേര്, അവർ ചെയ്തിരുന്ന റിവ്യൂ ഒരു കാലത്ത് മലയാളി നോവലുകളും ചെറുകഥകളും കവിതകളും ഒക്കെ വായിക്കുന്നത് പോലെ തന്നെ രസകരമായി വായിച്ചിരുന്നതാണ് സിനിമ റിവ്യൂ. മാതൃഭൂമിയുടെ ഈ അവസാന പുറത്ത് വരുന്ന മാതൃഭൂമി വീക്കിലിയിൽ വരുന്ന ആ റിവ്യൂ വായിക്കാൻ ആൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അതൊക്കെ വന്നിരുന്നത് പടം റിലീസ് ചെയ്ത് ഏതാണ്ട് 1 മാസമാവും റിവ്യൂ വരാൻ. കാരണം ഇവർ ഇപ്പോൾ കോഴിക്കോടൻ സിനിമ കണ്ട് കോഴിക്കോട് അതിനെപ്പറ്റി ആലോചിച്ച് എഴുതിയൊക്കെ വന്ന് അത് പ്രസ്സിൽ കൊടുത്ത് പ്രിൻ്റ് ചെയ്ത് പേജാക്കി അടിച്ചൊക്കെ വരുമ്പോഴേക്കും പടം തിയേറ്ററിൽ നിന്ന് പോയിരിക്കും. എങ്കിൽ പോലും കോഴിക്കോടിൻ്റെയും സിനിക്കിൻ്റെയും ഒക്കെ റിവ്യൂകൾ വായിക്കാൻ ഒരുപാട് വായനക്കാരുണ്ടായിരുന്നു. അവരുടെ എന്താ പറയുക, ചെമ്മീൻ വരെയാണെന്ന് തോന്നുന്നു 60-65 സിനിമകളുടെ സിനിമാ നിരൂപണം, ഇവർ നടത്തിയ നിരൂപണം 2 വോള്യമായിട്ട് പുസ്തകമായി ഇറങ്ങി. ഞാനത് മുമ്പൊരിക്കൽ ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ പുസ്തകം 2ഉം ഞാൻ മാവേലിക്കരയിൽ മധു ഇറവങ്കരയുടെ വീട്ടിൽ, ഞാൻ ജ്യേഷ്ഠന് തുല്യം സ്നേഹിക്കുന്ന മധു ഇറവങ്കരയുടെ വീട്ടിൽ ആ പുസ്തകങ്ങൾ കണ്ട് ഞാൻ ചോദിച്ചു, മധുചേട്ടാ ഇതൊന്ന് ചില നോട്ടുകൾ എടുക്കാനായിട്ട് ഞാൻ ഈ പുസ്തകങ്ങൾ എടുത്തോട്ടെ എന്ന് എന്നെ പറഞ്ഞു. അയ്യോ ദിനേശ, ഇത് റെയറായ പുസ്തകമാണ്, ആരിലും ഉണ്ടോ എന്ന് പോലും അറിയില്ല. എൻ്റെ നിന്ന് ഒരു തീസസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടപ്പെട്ടൊരു തിരുവനന്തപുരത്തുള്ളൊരു പാർട്ടി ഇതെടുത്തുകൊണ്ട് ഈ പുസ്തകത്തിന് ഇല്ലാതെയാക്കി, തുറക്കാൻ പറ്റില്ല, പൊടിഞ്ഞു പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് ഏതെങ്കിലും ഒരു പ്രസ്സിൽ കൊടുത്തിട്ട് ഓരോ പേജും ഒട്ടിച്ച് ഒന്നേന്നെ റീബൈൻഡ് ചെയ്ത് ഞാൻ ഉറപ്പായിട്ടും ഞാൻ തിരിച്ചെത്തിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആ പുസ്തകങ്ങളുമായി തിരുവനന്തപുരത്ത് വീട്ടിൽ വന്ന് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിത് അവിടെ നോക്കാതെ അവിടെ വച്ചു. 2-3 ദിവസം കഴിഞ്ഞ് എൻ്റെ പുസ്തക ശേഖരങ്ങളിൽ എന്തോ ഒരു പുസ്തകം തപ്പുമ്പോൾ ഈ 2 പുസ്തകവും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് അന്നുണ്ടായ സന്തോഷം, കാരണം ഇത്രയും റെയറായ വർഷങ്ങൾ 60 വർഷം മുമ്പുള്ള പുസ്തകമല്ലേ, ആ പുസ്തകം എൻ്റെ വീട്ടിൽ സുരക്ഷിതമായി ഇരിക്കുന്നു എന്നുള്ളത് എനിക്ക് സന്തോഷം തോന്നി. ഞാൻ അപ്പോൾ തന്നെ മധുചേട്ടനെ വിളിച്ച് പറഞ്ഞു, ചേട്ടൻ്റെ പുസ്തകം ഞാൻ തൊടുന്നില്ല, അതുപോലെ തിരിച്ചുകൊണ്ട് തരാം, കാരണം ഈ 2 പുസ്തകം എൻ്റെ കയ്യിലുണ്ടെന്ന്. ഇത് ഞാൻ ഫേസ്ബുക്കിൽ കുറിക്കുക എന്തോ ചെയ്തപ്പോൾ ഒരു ദിവസം എന്നെ ജോൺ പോൾ വിളിക്കുന്നു. മോനെ, നിൻ്റെ ആ ഫേസ്ബുക്കിലെ പോസ്റ്റ് വായിച്ചടാ, ആ കോഴിക്കോടിൻ്റെയും സിനിക്കിൻ്റെയും ആ റിവ്യൂ ചെയ്ത വിദ്യാർത്ഥി മിത്രം ഇറക്കിയ ആ 2 പുസ്തകം നിൻ്റെ കയ്യിലുണ്ടല്ലേ? ഞാൻ പറഞ്ഞുണ്ട്. മോനെ, എനിക്ക് ചില കുറിപ്പുകൾ എടുക്കാനായിട്ട് ആ പുസ്തകങ്ങളൊന്നും തരുമോ? ഞാൻ തരാം. അപ്പോൾ അതെങ്ങനെ തരും? ഞാൻ പറഞ്ഞു, ഞാൻ എറണാകുളത്ത് വരുമ്പോൾ കൊണ്ടുവരാം, ഇല്ല എങ്കിൽ അങ്കിൾ ആരെങ്കിലും എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് വരുമ്പോൾ പറഞ്ഞാൽ മതി. ആ ശരി. അപ്പോൾ അതിന് ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പം തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവലായപ്പോൾ അങ്കിൾ എന്നെ വിളിച്ചു, മോനെ എടാ നമ്മുടെ സാബു അവിടെ ഉണ്ടേ. സാബുവിനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇപ്പോൾ ഒരു മാസമായേ ഉള്ളൂ സാബു പ്രൗഢ ആക്സിഡൻറ്റിൽ മരിച്ചിട്ട് തിരുവനന്തപുരത്ത് വെച്ച്. സാബുവിൻ്റെ കയ്യിൽ ആ പുസ്തകങ്ങൾ കൊടുത്തയക്കുക. ഞാൻ പറഞ്ഞു, ആ ചെയ്യാം. ഞാൻ സാബുവിനെ വിളിച്ചു. അപ്പോൾ സാബു എന്നോട് പറഞ്ഞു, ശാന്തിപിള്ളേ, ഈ പുസ്തകം കൊടുക്കുന്നത് നല്ലതാണ്, അങ്കിൾ വായിച്ച് അങ്കിളിന് എന്തെങ്കിലുമൊക്കെ ആ സഫാരി ചാനലിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഇനി ഈ പുസ്തകം തിരിച്ചു വേണ്ടേ? ഞാൻ പറഞ്ഞു, വേണം. ഒരാളുടെ നിന്ന് വാങ്ങിക്കുന്ന ഒരു പുസ്തകവും അങ്കിൾ തിരിച്ചു തരില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ തന്നെ. അങ്കിൾ പുസ്തകം വാങ്ങിച്ചാൽ ആ പുസ്തകം പോയി എന്ന് വിചാരിച്ചോണ്ട് തരില്ല. ഞാൻ അതെന്ത്, പുള്ളി കളവ് പോയി അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞ് മാറ്റും, തരില്ല. അങ്ങനെ നിങ്ങൾക്ക് ആ പുസ്തകം തിരിച്ചു വേണ്ടെങ്കിൽ എൻ്റെ തന്നേക്ക്. ഞാൻ പറഞ്ഞു, അയ്യോ അത് പറ്റില്ല, ഞാൻ തരില്ല എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് അങ്കിളിനോട് പറഞ്ഞു, അങ്കിളെ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് സാവ് പൊക്കളഞ്ഞു കേട്ടോ, അവനെ ഷാജി പാണ്ഡവത്ത് വരുന്നുണ്ട് നാളെ, ഷാജിരി കൊടുത്തേക്ക്. ഞാൻ ഇതുപോലെ തന്നെ ഷാജി പാണ്ഡവത്തിനെ വിളിച്ച്, ഷാജി പാണ്ഡവത്തും ഏതാണ്ട് സാബു പറഞ്ഞ കാര്യങ്ങൾ എന്നെ പറഞ്ഞത്. പക്ഷേ ഞാനിതും കൊണ്ട് ആലപ്പുഴയിൽ ഇറങ്ങി എൻ്റെ വീട്ടിൽ വെച്ച്
അവിടുന്ന് പിന്നെ ഞാൻ എപ്പോഴെങ്കിലും എറണാകുളത്ത് പോകുമ്പോൾ അങ്കിളിൻ്റെ വീട് അന്വേഷിച്ച് ചെന്ന് കൊണ്ട് കൊടുക്കണ്ടേ, എടപ്പള്ളി വരെയൊക്കെ പോകണ്ടേ. അതിനേക്കാൾ ഇത്രയും സൂക്ഷിച്ച് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള പുസ്തകം നിങ്ങൾ വച്ചിരുന്നതല്ലേ, നിങ്ങൾ ഇരിക്കുന്നതല്ലേ ഭംഗി എന്ന് പറഞ്ഞു. എന്തിനു പറയുന്നു, ഞാൻ ആ പുസ്തകം കൊടുത്തില്ല അങ്കിളിന്. അതുകൊണ്ട് തന്നെ അവസാന കാലഘട്ടത്തിൽ അങ്കിൾ മരിക്കുന്നതിന് കുറച്ച് കാലം മുമ്പ് വരെ എന്നോട് അങ്കിളിനൊരു നീരസം ഉണ്ടായിരുന്നു ഈ പുസ്തകം കൊടുക്കാത്തതിൽ. ഞാൻ പറയാൻ വന്നത്, അതിൽ ഭാർഗവി നിലയമായാലും ചെമ്മീനായാലും മലയാളത്തിലെ മൈൽ സ്റ്റോണുകളായ എല്ലാ സിനിമകളെക്കുറിച്ചുള്ള റിവ്യൂ വന്നെന്ന് പറഞ്ഞ് ആ സിനിമകൾക്കൊരു ദോഷം സംഭവിച്ചില്ല. പക്ഷേ ആ സിനിമകൾ തിയേറ്ററിൽ വന്ന് എ സെൻറ്ററിൽ നിന്ന് ബി സെൻറ്ററിലേക്ക് എത്തുമ്പോഴാണ് ആ റിവ്യൂകൾ വന്നിരുന്നത് എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വേറൊരു കാര്യം പറയാം. കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടല്ലോ തിരുവനന്തപുരത്ത്. അവർ സംഘടന കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ക്രിറ്റിക്സ് വ്യൂ എന്ന് പറഞ്ഞ അവരൊരു പ്രസിദ്ധീകരണം ഇറക്കി. ക്രിറ്റിക്സ് വ്യൂ മാസത്തിലൊന്ന്. ആ മാസത്തിലൊന്ന് ഇറക്കിയിരുന്ന ക്രിറ്റിക്സ് വ്യൂവിലെ സിനിമാ നിരൂപണം നടത്തിയിരുന്നത് ഞാനായിരുന്നു. അങ്ങനെ ഞാൻ മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ കലു ഡെന്നിസ് തിരക്കഥ എഴുതിയ സിനിമയുടെ റിവ്യൂ ചെയ്തു ക്രിറ്റിക്സ് വ്യൂവിൽ. അതിൽ ഞാൻ വേറൊന്നും പറഞ്ഞില്ല. ഒരു സ്റ്റേജിൽ നടക്കുന്ന മിമിക്രിയെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതിനപ്പുറം ഒന്നും ഇതൊരു സിനിമയല്ല എന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്തത്. ആ സിനിമ വിതരണം ചെയ്തിരുന്നത് ജൂബിലി പിക്ചേഴ്സ് ആയിരുന്നു. റിവ്യൂ വന്നിടം തന്നെ ജൂബിലി ജോയ് മണ്ണറക്കൻ ബേബി വിളിച്ചു. അതിൻ്റെ പിന്നാലെ തിരക്കഥാകൃത്ത് കലു ഡെന്നീസ് വിളിച്ചു. ആകെ ചളകുളമാക്കി. അപ്പം ജൂബിലി ജോയ് പറയുന്നത്, ജൂബിലിയുടെ പരസ്യം വാങ്ങി, അതായത് ഈ പറയുന്ന മിമിക്സ് പരേഡ് അടക്കമുള്ള സിനിമകളുടെ പരസ്യം വാങ്ങി അവസാനം പുറത്തടിച്ച് ആ കാശ് കൊണ്ട് ക്രിറ്റിക്സ് വ്യൂ പ്രിൻ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങളുടെ ആ പടത്തെക്കുറിച്ച് മോശമായി എഴുതുന്നു. അതെന്ത് പരിപാടി, അതുകൊണ്ട് ഇനി ക്രിറ്റിക്സ് വ്യൂവിന് പരസ്യം തരില്ല എന്ന് ജൂബിലി ജോയി അസംയുക്തമായി പറഞ്ഞു. കലു ഡെന്നീസ് എന്നോട് നന്നായിട്ട് പിണങ്ങി എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്യൂ ആയി. പക്ഷേ ഉള്ളതാണോ കള്ളമാണോ എന്ന് എനിക്കറിയില്ല. അക്കാലത്ത് അദ്ദേഹം സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായി 2 കൈയും 2 കാലും വെച്ച് എഴുതാൻ തീരാത്തതുകൊണ്ട് മറ്റ് പലരെയും കൊണ്ട് സഹായിയായിട്ട് വെച്ച് എഴുതിച്ചിരുന്ന കാലമാണ്. അദ്ദേഹം എന്നെ 6 സിനിമകളിൽ നിന്ന് അസോസിയേറ്റ് ഡയറക്ടർ പണിയിൽ നിന്ന് എന്നെ തെറിപ്പിച്ചു എന്ന് പറയുന്നു. ഒരു സിനിമാക്കാരൻ പറഞ്ഞതാണ് എന്നോട്. ദിനേശിനെ ആ പടത്തിൽ നിന്ന് ഒഴിവാക്കിയത് കല്ലൂർ പറഞ്ഞിട്ടാണ്. ഞാൻ ചിരിച്ചതേ ഉള്ളൂ. അല്ല, എൻ്റെ പറഞ്ഞ അങ്ങനെയല്ല, ദിനേശ് വിളിച്ച് ആ പ്രശ്നം അങ്ങ് പരിഹരിക്കും. അങ്ങനെ ഞാൻ ഡെന്നിച്ചാനെ വിളിച്ചു. എന്താടോ? ഞാൻ ഒന്നുമില്ല, വെറുതെ വിളിച്ചാണ്. ഡെന്നിച്ചാൻ എന്നോടൊരു എന്താ പറയുക ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ ആര് എന്ന് നോക്കാറില്ല. ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയെക്കുറിച്ച് എനിക്ക് എന്താണ് തോന്നിയത് അത് ചെയ്തേ ഉള്ളൂ. കുറേ നേരം സംസാരിച്ച് എന്തെങ്കിലും വിഷമം ഡെന്നിച്ചായനോ തോന്നിയെങ്കിൽ ഡെന്നിച്ചായൻ മനസ്സിൽ നിന്ന് വച്ചേക്കരുത്. എനിക്കങ്ങനെയൊന്നും ഇല്ലടോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു എന്തിനു പറ്റി, അണിയത്തുള്ളിൽ സുകുമാരൻ അംബികയോട് സോറി പറയാൻ പോയതിലായിപ്പോയി. ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയത്, ഡെന്നിച്ചായ ഞാൻ ഇതൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങളുടെ ആ സിനിമ ഉണ്ടല്ലോ അതൊരു സിനിമയായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. കുളമാക്കി. ഡെന്നിച്ചായൻ വീണ്ടും ആ സിനിമാക്കാരനെ വിളിച്ചിട്ടുണ്ടോ, ഇങ്ങനെയാണോടോ ഒരുത്തൻ കോംപ്രമൈസിന് വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് വീണ്ടും അയാൾ പറയാം അത് സിനിമയല്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്കത് അന്നങ്ങനെ പറയരുതായിരുന്നു എന്ന് തോന്നി. കാരണം ആ പടം ഒരുപാട് ലക്ഷങ്ങൾ ലാഭം ഉണ്ടാക്കിയ സിനിമയായിരുന്നു മിമിക്സ് പരേഡ്. അപ്പോൾ ക്രിറ്റിക്സ് വ്യൂവിൽ ഞാൻ അതൊരു മിമിക്രി ആണെന്ന് എഴുതിയതുകൊണ്ട് ഒരു ദോഷവും അതിനുണ്ടായില്ല. അതുപോലെ തന്നെ ഡെന്നിച്ചായൻ സ്ക്രിപ്റ്റ് എഴുതിയ വെൽക്കം ടു കൊടൈക്കനാൽ എന്ന് പറഞ്ഞ സിനിമ കലാകുമുദിയിൽ റിവ്യൂ ചെയ്തപ്പോൾ അതിൽ റിവ്യൂ ചെയ്ത ആൾ എഴുതിയത് കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്നായിരുന്നു ഹെഡിങ്. എന്താണെന്ന് വെച്ചാൽ വെൽക്കം ടു കൊടൈക്കനാലിലെ നായക വേഷം മോഹൻലാലിനെ കൊണ്ട് ചെയ്യിക്കാനാണ് ഇരുന്നത്. മോഹൻലാൽ എന്തോ ചെയ്യാൻ പറ്റാതെ മാറുകയോ എന്തോ ചെയ്തപ്പോൾ പകരം ജഗദീഷ് വന്നത്. അപ്പോൾ ജഗദീഷ് അഭിനയിച്ചതിനെ കുറിച്ച് എഴുതിയതാണ് കാക്ക കുളിച്ചാൽ കൊക്കാവില്ല. അതായത് മോഹൻലാൽ ചെയ്യേണ്ട വേഷം ജഗദീഷ് ചെയ്തിട്ട് കാര്യമില്ല എന്നായിരുന്നു ആ റിവ്യൂ. അതിലെ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ കല്ലു ഡെന്നിസ് എഴുതിയൊരു പുസ്തകത്തിൻ്റെ ആമുഖം എഴുതിയത്, അവതാരിക എഴുതിയത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകൃത്ത് ടി പത്മനാഭനായിരുന്നു. ടി പത്മനാഭൻ സാറിന് ഇഷ്ടപ്പെട്ട കല്ലു ഡെന്നിസിൻ്റെ സിനിമകളിലൊന്നാണ് വെൽക്കം ടു കൊടൈക്കനാൽ. അപ്പോൾ ഇങ്ങനെ കാക്ക വിളിച്ചാൽ കൊക്കാവില്ല എന്നൊക്കെ എഴുതിയെന്ന് പറഞ്ഞപ്പോൾ ടി പത്മനാഭൻ കല്ലു ഡെന്നിസിനോട് പറഞ്ഞത്, അവരത് റിവ്യൂ ചെയ്യുന്നു, അതിന് നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ സിനിമ നല്ല സിനിമയാണ്, എനിക്കിഷ്ടമുള്ള സിനിമകളിലൊന്നാണ് നിങ്ങളുടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ ആസ്വാദന ബോധം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു റിവ്യൂ കണ്ടു എന്ന് വിചാരിച്ചിട്ട് ഒരു സിനിമയുടെ ജാതകം മൊത്തം മാറിപ്പോകുമെന്ന് പറയുന്നത് വെറുതെ ആണെന്ന് ഞാൻ പറയും. കാരണം എങ്കിൽ മിമിക്സ് പരേഡ് ഓടാൻ പാടില്ലല്ലോ, വെൽക്കം ടു കൊടൈക്കനാൽ കാക്ക വിളിച്ചാൽ കൊക്കാവില്ലല്ലോ, അങ്ങനെയൊക്കെ ഒരുപാട് പറയാം. നിരൂപണങ്ങൾ, രസകരമായ നിരൂപണങ്ങൾ ഇവിടെ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിധേയൻ എന്ന് പറഞ്ഞ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയുടെ ഈ തോട്ട പൊട്ടിക്കുന്ന ഇതുണ്ടല്ലോ, പിന്നൂരിയിട്ട് എറിഞ്ഞ് പൊട്ടിക്കുന്നത്. ബോംബെയിൽ എന്തോ ഇതിൻ്റെ പ്രിവ്യൂ നടക്കുമ്പോൾ അവിടുത്തെ ഏതോ നിരൂപകന്മാരിൽ ഏതോ ഒരു മുന്തിയ ഒരാൾ ചോദിച്ചു എന്ന്,
അടൂരിനോടും. നിങ്ങൾ ഈ വിധേയൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഭാസ്കര പട്ടേലർ ഇങ്ങനെ എറിയുന്ന തോട്ട പുരുഷലിംഗത്തിൻ്റെ ആകൃതിയിൽ ചെയ്യാൻ കാര്യം എന്താ? അടൂർ ഞെട്ടി. കാരണം അടൂർ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ആ നിരൂപകൻ എന്തോ വേറെന്തോ അർത്ഥത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ അങ്ങനെ ചെയ്തത്. തോട്ടയ്ക്ക് പുരുഷലിംഗത്തിൻ്റെ മോഡൽ എടുത്തതെന്ന് കരുതി. ഇങ്ങനെ ഒരുപാട് രസകരമായ കാര്യങ്ങൾ പറയാം. പിന്നെ നമ്മളൊരു നിരൂപണം നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ആര് ഇന്നത്തെ കാലത്ത് സമ്മതിക്കും? ഇപ്പം അടൂർ ഗോപാലകൃഷ്ണൻ്റെ തന്നെ ഇപ്പോൾ കൊടിയേറ്റമായാലും എലിപ്പത്തായമായാലും മുഖാമുഖമായാലും അനന്തരമായാലും നല്ല സിനിമകളാണ്. പക്ഷേ അദ്ദേഹം അവസാന കാലം ചെയ്ത സിനിമകൾ ഏതാ? NH-47 എന്ന് പറഞ്ഞ സിനിമയെ വികൃതമായി എടുത്ത ദിലീപിനെ നായകനാക്കി പിന്നെയും ഒരു ചലനവും എനിക്ക് തിയേറ്ററിലിരുന്ന് ഒന്നും ഫീൽ ചെയ്യാത്തൊരു സിനിമയായിരുന്നു. പിന്നെ എന്താ പറയുക, 4 പെണ്ണുങ്ങൾ, ഒരു പെണ്ണും 2 ആണും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവസാന കാലം ചെയ്ത സിനിമകളൊന്നും ശരിയല്ല. ഇപ്പം അടൂർ ഗോപാലകൃഷ്ണൻ എലിപ്പത്തായം എടുത്തു, സ്വയംവരം എടുത്തു എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഈ 4 പെണ്ണുങ്ങളെ കഥ തല്ലിപ്പൊളി സിനിമയാണെന്ന് പറയാൻ പാടില്ല എന്ന് ആര് പറയും? ആർക്ക് പറയാനുള്ള അവകാശമുണ്ട്? ഇനി കോടതി പറഞ്ഞാൽ അങ്ങനെ ആരും കേൾക്കുമോ? എനിക്ക് തോന്നില്ല കേൾക്കുമെന്ന്. എന്നാൽ നിനക്കിതുപോലെ ഒന്നും ഉണ്ടാക്കാമെന്ന് തിരിച്ച് ചോദിക്കുകയും ചെയ്യരുത്. കാരണം അതിന് സാഹിത്യപരബലം ചെയ്തിരുന്ന കൃഷ്ണൻ നായർ സാർ പറഞ്ഞൊരു കമൻ്റുണ്ട്. പതിവായി ഒരു ഹോട്ടലിൽ കയറി ഓംലെറ്റ് കഴിക്കുമായിരുന്നു. ഒരു ദിവസം ഉണ്ടാക്കി കൊടുത്ത ഓംലെറ്റ് ചീമുട്ടയിൽ എന്തോ ഉണ്ടാക്കി കൊടുത്ത മുട്ട ചീഞ്ഞതായിരുന്നു. ഇത് ഓംലെറ്റ് കൊള്ളില്ല എന്ന് പറയുമ്പോൾ കടക്കാരൻ ചോദിച്ചു, നിനക്കിതുപോലെ ഒന്നും ഉണ്ടാക്കാമോ എന്ന് ചോദിക്കുന്നത് പോലെ വരട്ട് ചോദ്യമാണത്. ഇപ്പോൾ അരവിന്ദ സാറിൻ്റെ തന്നെ, അരവിന്ദൻ്റെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല സിനിമകളില്ലേ? ഇപ്പോൾ എനിക്ക് ഒരിടത്തെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് ചിന്തിക്കുകയും ചിരിക്കുകയും ചെയ്ത സിനിമയായിരുന്നു 1986 പുറത്തു വന്ന ഒരിടത്ത്. അതുപോലെ തന്നെ എസ്തപ്പാൻ നല്ല സിനിമയായിരുന്നു. ചിദംബരം, നമ്മുടെ സ്മിതാ പാട്ടീൽ അഭിനയിച്ച ചിദംബരം, ഇതൊക്കെ നല്ല സിനിമകളായിരുന്നു. പക്ഷേ അരവിന്ദ സാർ മരിച്ചതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഡൽഹി ദൂരദർശൻ സംപ്രേഷണം ചെയ്ത ഉണ്ണി എന്നൊരു സിനിമ ഉണ്ട്. നിങ്ങൾ ഇനി വരികയാണെങ്കിൽ ആ സിനിമ ഒന്ന് കണ്ടു നോക്കൂ. ഉണ്ണി പെറ്റ തള്ള സഹിക്കില്ല, അത്ര അറും ബോർണായി. അത് അരവിന്ദ സാറിന് വിരോധമുള്ള ആരോ ദൂരദർശനിൽ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം അദ്ദേഹം മരിച്ചപ്പോൾ ആ പടം വിട്ടത്. കാരണം അത് കാണുമ്പോൾ ആളുകൾ അറിയാതെ മനസ്സിൽ പറയൂ, അങ്ങനെ പോയത് നന്നായി. അത്ര ബോറായ സിനിമയായിരുന്നു. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഞാൻ കേൾക്കട്ടെ, 80 സിനിമയായിട്ടോ ജോഷി സാർ സംവിധാനം ചെയ്തിട്ടുണ്ട്. എത്ര പടം സംവിധാനം ചെയ്തു എന്നുള്ള എണ്ണം പോലും ജോഷി സാറിൻ്റെ മനസ്സിൽ കാണില്ല. അദ്ദേഹം ഓടിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, പൊട്ടിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇണക്കിളി പോലുള്ള ദയനീയമായി പൊളിഞ്ഞ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ മെഗാ ഹിറ്റായ എത്രയോ സിനിമകൾ ചെയ്തു ഇല്ലേ? ഒരുപാട് സിനിമകൾ സൂപ്പർ ഹിറ്റായി, ന്യൂഡൽഹി അടക്കം എത്രയോ സിനിമകൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ബോംബിങ്ങും നടന്നിട്ടില്ല, നടക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഇത്രയും 900 യൂട്യൂബ് ചാനലുകളുണ്ട്. ഞാനടക്കം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചാനലിൽ ജോഷി സാറിൻ്റെ ഒരു അഭിമുഖം കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹം ആർക്കും ഇന്നും ഒരു അഭിമുഖം കൊടുത്തിട്ടില്ല, ഇൻ്റർവ്യൂ ഇല്ല, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അവകാശവാദങ്ങളുമില്ല. അപ്പോൾ ഒരു ബോംബിങ്ങും എന്തുകൊണ്ടോ ജോഷി സാറിന് ഏൽക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കയ്യിൽ സ്റ്റഫ് ഉള്ളതുകൊണ്ടെന്ന് ഞാൻ പറയും. അതുപോലെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മൾ ഒരുപാട് പറയേണ്ടി വരും. എന്തിനാണ് നിരൂപണങ്ങളെ പേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം മമ്മൂട്ടി പറഞ്ഞു, നിരൂപണങ്ങൾ നടത്തുന്നവർ അവരുടെ ശരികൾ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാതൽ എന്ന് പറഞ്ഞ് ഇപ്പോൾ പുതിയ പടം വന്നു. ആ പടത്തെക്കുറിച്ച് 2 അഭിപ്രായങ്ങൾ വന്നു നിരൂപണത്തിൽ. ഇദ്ദേഹത്തെ പോലെ ഇത്രയും പ്രായമായ മനുഷ്യൻ ഇങ്ങനെ ഒരു വേഷം ചെയ്യാമോ? ഇന്ത്യയിലെ ഏത് സൂപ്പർ സ്റ്റാർ ഈ വേഷം ചെയ്യും? ഇങ്ങനെ 2 അഭിപ്രായങ്ങൾ വന്ന ഒരു പടമായിരുന്നു കാതൽ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, റിവ്യൂവിനെ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി, അതിന് പകരം നിങ്ങൾ സെറ്റിൽ കയറ്റില്ല, തിയേറ്ററിൽ കയറ്റില്ല, റോഡിൽ നിൽക്കാൻ സമ്മതിക്കില്ല, ഞങ്ങളെപ്പറ്റി പറയാൻ സമ്മതിക്കില്ല, പറഞ്ഞാൽ ഞങ്ങൾ കോടതി കയറ്റും എന്നൊക്കെ പറയുന്നതിന് ഒരർത്ഥവുമില്ല എന്ന് പറഞ്ഞ ഏക ആളും മമ്മൂട്ടിയായിരുന്നു. ഇപ്പോൾ പിന്നാലെ ഇപ്പോൾ അജു വർഗീസും പറയുന്നു നിരൂപണം തടയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത്, ഈ ചെകുത്താൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചെകുത്താനൊക്കെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചല്ലേ മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ പറയുന്നത്. പക്ഷെ ചെകുത്താനെ ആരെങ്കിലും വകവയ്ക്കുമോ? നിങ്ങൾ ആലോചിച്ച് അയാളുടെ ഇഷ്ടത്തിൽ അയാളുടെ രീതിയിൽ അയാൾ പറയുന്നു. ആകെപ്പാടെ അയാൾ അടിയറവ് പറഞ്ഞത് ആ ബാല എന്ന് പറഞ്ഞ അയാൾക്ക് പറ്റിയ ഒരാളുടെ കീഴിൽ മാത്രം. അവൻ റിവോൾവറൊക്കെ എടുത്തിട്ട് 420 കോടിയുടെ ഉടമയാണ്, സ്വർണ്ണമുണ്ടെങ്കിൽ വാടാ നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനപ്പുറം നമ്മൾ ഇതിനെ കൂടുതൽ സങ്കീർണമാക്കാതിരിക്കുന്നതല്ലേ ഭംഗി. പക്ഷെ ഇവിടെ ചിലർ സങ്കീർണമാക്കിയേ അടങ്ങൂ എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അരുൺ ഗോപി ചെയ്യുന്ന പടമാണ് രാമലീല എന്ന് പറഞ്ഞ കന്നി സിനിമ ചെയ്തപ്പോൾ അതിൽ തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ സംവിധായകനാണ് അരുൺ ഗോപി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് കഴിഞ്ഞ് അയാൾ പ്രണവിനെ വെച്ച് 21-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞൊരു പടം, എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു തോന്നുന്നു, പെറ്റതള്ള സഹിക്കില്ല, ഒരു കൂതറ പടം. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ബാന്ദ്ര എന്ന് പറഞ്ഞ് ദിലീപിനെ വെച്ച് ഒരു പടം ചെയ്തത്. അയാൾ തന്നെ പറയുന്നുണ്ട്, കഴിഞ്ഞ
സിനിമകൾ വീണുപോയ തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണൻ്റെ സിനിമ വീണുപോയി, സംവിധാനം ചെയ്യുന്ന എൻ്റെ സിനിമ വീണുപോയി, നിർമ്മിച്ച വിനായക അജിത്ത് എന്ന് പറഞ്ഞ ആളിൻ്റെ സിനിമ വീണുപോയി, ദിലീപും ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇവർക്കെല്ലാം ഉത്തരവാദിത്വം കൂടുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വിചാരിച്ച പോലെ സത്യനാഥൻ അടക്കമുള്ള സിനിമകൾ പോയില്ല എങ്കിൽ അടുത്ത് ചെയ്യുന്ന സിനിമ ഞാൻ വളരെ ശ്രദ്ധിക്കണം എന്ന് ആദ്യം ചിന്തിക്കേണ്ട ആൾ ദിലീപാണ്. കാരണം ഈ സിനിമയുടെ അവസാന വാക്കുകളൊക്കെ ദിലീപായിരിക്കുമല്ലോ. ഇതിൽ എന്താ പറയുക, അൻവർ ഫൈറ്റ് ചെയ്യട്ടെ, തമന്ന നായികയാവട്ടെ എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ തീർച്ചയായിട്ടും നിർണായകമായ പങ്ക് ദിലീപ് വഹിച്ചിരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ ദിലീപ് ആലോചിക്കണമായിരുന്നു, ഞാൻ ഈ ബാന്ദ്ര എന്തിന് ചെയ്യണം, ബാന്ദ്ര ചെയ്താൽ പ്രേക്ഷകൻ അങ്ങ് കാണുമോ, വർത്തമാനകാല മലയാള സിനിമ ബാന്ദ്ര പോലുള്ള സിനിമകളിൽ നിന്ന് ഒരുപാട് അകന്നില്ലേ, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഹൈലൈറ്റായ ജയിലർ പോലൊരു സിനിമ വന്ന് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും വന്ന് തൂത്തുവാരിക്കൊണ്ട് പോയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനൊരു സിനിമ ഇറക്കാമോ, ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യമായിരുന്നു. ചെയ്തില്ല. അത് ഈ അരുൺ ഗോപിയും ചെയ്യണമായിരുന്നു. ഇപ്പോൾ എത്ര പേര് വിശ്വസിക്കുന്നു എനിക്കറിഞ്ഞൂടാ. എന്നെ കൊട്ടാരക്കരയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറയാം, എൻ്റെ പൊന്നു സാറേ, നിങ്ങളെല്ലാം സിനിമയിൽ നിൽക്കുന്നവരല്ലേ, താങ്കൾ ഇങ്ങനെ ചാനൽ നടത്തുന്ന ആളല്ലേ, താങ്കൾ പറയണം കേട്ടോ, ഞങ്ങൾ കൊട്ടാരക്കരക്കാർ ദൈവത്തെ പോലെ കാണുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ പറയുന്ന വിനായക അജിത്ത്. ഞാൻ കേട്ടോ, അതെന്താ? അയ്യോ, ഞങ്ങൾ കൊട്ടാരക്കരയിൽ എന്താവശ്യപ്പെട്ടാലും നോ പറയാത്തൊരു ചെറുപ്പക്കാരനാണ് സാർ ഈ വിനായകൻ അജിത്ത്. അവൻ അത് ശരി, എന്താ അങ്ങനെ തോന്നാൻ കാര്യം? സാറേ, ഇപ്പോൾ ഒരു അമ്പലത്തിൽ സ്വർണ്ണ കൊടിമരം എന്ന് പറഞ്ഞാൽ അയാൾ പറയും ഇത്ര ആവും, അത് ഞാൻ ചെയ്തേക്കാം. അങ്ങനെ കൊട്ടാരക്കരയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഈ അജിത്താണ് ചെയ്തു തരുന്നത് സാറേ. ഞാൻ പറഞ്ഞു, ഒരു സിനിമ വീണു പോയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ അത്ര ടെൻഷൻ? സാറേ, ഒരു സിനിമയല്ല സാർ, 80 കോടി രൂപ അയാൾ മലയാള സിനിമയ്ക്ക് വേണ്ടി കളഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, 80 കോടി രൂപ കളഞ്ഞു എന്നാണ് പറയുന്നത്. അയാൾ ചെയ്ത 4-5 സിനിമയുണ്ടെന്ന്, എല്ലാ സിനിമയും അയാൾക്ക് നഷ്ടങ്ങളാണ് വരുത്തി വെച്ചത്. ഇനി അടുത്തൊരു സിനിമ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലും ഞങ്ങൾക്ക് അറിയില്ല സാർ. അല്ല, ഈ വീഴ്ചയിൽ നിന്ന് അയാൾ ഒരു ഹിറ്റ് ഉണ്ടായാൽ പോരെ, ഒരു പടം പോരെ. രഞ്ജിത്തിന് എത്രയോ കടം വന്ന് നിൽക്കുമ്പോഴല്ലേ 2 കൺട്രീസ് എന്ന് പറഞ്ഞ പടം ചെയ്തത്. അതുപോലെ ഒരു സിനിമ മതി. ഇല്ല സാറേ, ആ ചെറുപ്പക്കാരൻ അയാൾക്കറിയില്ല അയാളുടെ പതനം, അയാളെ നശിപ്പിക്കുകയാണ് സാർ. അതുകൊണ്ട് ഒരു സ്ഥലത്തെ എന്താ പറയുക, അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, സാറേ ദയവ് ചെയ്ത് ഈ പറയുന്ന വിനായക അജിത്തിനെ പോലുള്ള ആളുകളെ, പാവങ്ങളെ ഇങ്ങനെ തുലയ്ക്കരുത് സാറേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മറുപടി പറയുക? കൊട്ടാരക്കര ഗണപതിയുടെ മുന്നിൽ വെച്ച് ആ പൂജയൊക്കെ നടത്തുന്നുണ്ടപ്പോൾ ഞാനിതൊരു അടിപൊളി പടമായിരിക്കും, ഭയങ്കരമായിട്ട് പണം വരുന്ന പടമായിരിക്കും എന്നൊക്കെ ഞാൻ കരുതി. പക്ഷേ ഉണ്ടായില്ല. ഇപ്പം രാമലീല എഴുതിയത് സച്ചിയാണ് തിരക്കഥ എഴുതിയത്. അതിൻ്റേതായ ഒരു പുതുമ ആ സിനിമയ്ക്കുണ്ടായിരുന്നു. ലോജിക്കൊക്കെ നമുക്ക് വിട്ടുകളയാം, പക്ഷേ നല്ല രസമായിട്ട് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല. ഞാൻ മനോരമയുടെ വാർത്തയിൽ ഒരു സംവാദത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൽ നായകനായ ദിലീപിൻ്റെ അമ്മയ്ക്ക്, രാധികയ്ക്ക് ശബ്ദം കൊടുത്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പറയുക, ഞാൻ ഈ അധമൻ്റെ സിനിമയൊന്നും കാണാൻ പോകില്ല. 1,30,000 രൂപ എന്തോ പ്രതിഫലം വാങ്ങി രാധികയ്ക്ക് ശബ്ദം കൊടുത്ത് ആ പടത്തിൽ 100 സ്ഥലത്ത് ദിലീപിനെ മോനെ 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 എന്ന് വിളിച്ച് ഡബ് ചെയ്ത ശേഷം ആ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ കൂടെ പറയുക, ആ അധമൻ്റെ സിനിമയൊന്നും ഞാൻ കാണില്ല, പെണ്ണുപിടിയൻ, ദ്രോഹി, മറ്റവൻ മറിച്ചവൻ. അപ്പോൾ എന്നോട് ചോദിച്ചു, അവതാരം വാർത്ത വായിക്കുന്ന ആൾ ചോദിച്ചു, അല്ല ഇതിനെന്തെങ്കിലും മറുപടി പറയണ്ടേ? അവന് ഒരു മറുപടിയും പറയാനില്ല, അവർക്ക് ആ സിനിമ കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ പടം ഡബ് ചെയ്ത് 1,30,000 രൂപയും വാങ്ങിച്ചോണ്ടല്ല ഈ വാചകം അടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറയാൻ വന്നത്, രാമലീല പൊളിക്കാനുള്ള സകല പണിയും നോക്കി. ജയിലിൽ കിടന്നിട്ട് ഇറങ്ങുന്ന സമയത്താണല്ലോ അയാൾ, ദിലീപ് 88 ദിവസം കിടന്ന് അനുഭവിക്കാവുന്നുള്ള എല്ലാം അനുഭവിച്ചിട്ട് ഇറങ്ങുമ്പോൾ കേരളത്തിലെ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ച സിനിമയായിരുന്നു രാമലീല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ ചെയ്തിട്ട് അടുത്ത് ചെയ്യുമ്പോൾ അരുൺ ഗോപി ആയാലും ശരി, അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ പടം ചെയ്ത് ദയനീയമായി പൊളിച്ചടുക്കിയിട്ട് അടുത്തൊരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ അരുൺ ഗോപി ശ്രദ്ധിക്കണമായിരുന്നു. ദിലീപ് സജഷനുകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അരുൺ ഗോപി പറഞ്ഞായിരുന്നു, ദിലീപേട്ടാ അങ്ങനെ ചെയ്താൽ ഇങ്ങനൊരു കുഴപ്പമുണ്ട്, നമുക്കത് മാറ്റി ചിന്തിച്ചൂടെ എന്ന് ചോദിക്കണം. ഇപ്പം എൻ്റെ മകൻ ബാന്ദ്ര കണ്ടിട്ട് എന്നോട് പറയുകയാണ്, അച്ഛാ അത് ആ ജയിലർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ തമന്നയുടെ ഡാൻസ് വെച്ച് ഇട്ടാൽ പോരായിരുന്നു, രണ്ടും ഒരുപോലെ അല്ലെന്ന് പറഞ്ഞാൽ. അവൻ എനിക്ക് അതിശയമായിപ്പോയി. പടം റിലീസ് ചെയ്ത് 3-ാമത്തെ ദിവസം 2 പാട്ടും എനിക്കൊണ്ട് കാണിച്ചു തരിക. ഇതിലെന്താണ് അച്ഛാ വ്യത്യാസം? ഇടയ്ക്കിടയ്ക്ക് ദിലീപ് അങ്കിളിൻ്റെ ക്ലോസപ്പുകൾ കാണിക്കുന്നു എന്നുള്ളതല്ലാതെ എന്തിനാണ് ഈ ഒരേ ഡ്രസ്സ് യൂണിഫോം പോലെ ഇട്ടിട്ട് 2ലും ഒരേ തരത്തിലുള്ള പാട്ടും സെറ്റും? ഒരുപാട് എന്താ പറയുക, ആലോചിക്കണമായിരുന്നു. ഇപ്പോൾ ഷാജി കുമാർ എന്ന് പറഞ്ഞ ക്യാമറാമാൻ ഉണ്ടായിരുന്നു, വിവേക് ഹർഷൻ, ശ്യാം CS എന്നൊക്കെ പറഞ്ഞ് അൻപർ അടക്കം ഒരുപാട് പേരുണ്ടായിരുന്നു.
അതുപോലെ ഈ റിവ്യൂ ചെയ്യുന്നവർ ഉദയകൃഷ്ണനെയും ഉണ്ണികൃഷ്ണനെയും ഉക്രി എന്ന് വിളിക്കുന്നതാണ് വേറൊരു പരാതി. ഉക്രി എന്ന് വിളിക്കുന്നു. അപ്പം എനിക്ക് ആദ്യം ഇത് കത്തിയില്ല എന്താണെന്ന്. ഉണ്ണികൃഷ്ണൻ എന്നുള്ളതിനാണ് ഉക്രി. അങ്ങനെ വിളിക്കാൻ പാടില്ല. അതും എന്തൊക്കെയോ കേസും വഴക്കും വിവാദവും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട്. എന്തായാലും അലൻ എന്ന് വിളിക്കുന്ന അലൻ അലക്സാണ്ടർ ഡൊമിനിക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുമ്പോൾ ദിലീപ് ആലോചിക്കണമായിരുന്നു, എനിക്കൊരു സ്റ്റാർഡം ഉണ്ടാക്കി തന്നത് ഈ പറയുന്ന അലൻ അലക്സാണ്ടർ ഡൊമിനിക് പോലുള്ള വേഷങ്ങളല്ല. മോഹൻലാലും ജയറാമും ഒക്കെ ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്ന പോലെ ഈ പയ്യൻ അടുത്ത വീട്ടിലുള്ള അല്ലേ എന്ന് തോന്നുന്ന തരത്തിൽ ഒരുപാട് ഹ്യൂമറുള്ള വേഷങ്ങളിലൂടെ അല്ലേ ദിലീപ് പ്രേക്ഷകരെ പിടിച്ചെടുത്തത്. അതും കുട്ടികളിലൂടെ ഫാമിലിയെ പിടിച്ചെടുക്കുകയല്ലേ ദിലീപ് ചെയ്തത്. അപ്പോൾ ദിലീപ് ഈ അലൻ അലക്സാണ്ടർ ഡൊമിനിക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോട്ടും സൂട്ടും ഒക്കെ എടുത്തിട്ട് ചുരുട്ടും താടിയും ഒക്കെ ആയിട്ട് തുറിച്ച കണ്ണും ഒക്കെ ആയിട്ട് നിൽക്കുന്ന വേഷങ്ങൾ ഇനി ചെയ്യണോ എന്ന് ദിലീപാണ് ആലോചിക്കേണ്ടത്, നമ്മളല്ല എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ തമന്നയെ കൊണ്ടുവന്നത്, എനിക്ക് തോന്നുന്നു തമന്നയെ പോലെ ഒരു നടിയെ കൊണ്ടുവന്നാൽ ദിവ്യഭാരതിയുടെ മരണം നമ്മൾ സിനിമയാക്കുമ്പോൾ തമന്നയെ പോലൊരു താര പ്രഭയുള്ളൊരു നടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ലെനയും സിദ്ദിഖും ഒക്കെ ഉണ്ടായിരുന്നു പടത്തിൽ. അതിൽ തമിഴിൽ നിന്ന് ശരത് കുമാറിനെ കൊണ്ടുവന്നത്. എന്തിനാണ് ഈ പടത്തിൽ ശരത് കുമാർ? എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കുന്ന ഒരു വേഷമാണെങ്കിലല്ലേ ഇങ്ങനെ ഒരാളിനെ പുറത്തുനിന്ന് ഇറക്കേണ്ടതുള്ളൂ. ശരത് കുമാർ ചെയ്ത വേഷം അതിൻ്റെ 10-1 പ്രതിഫലം കൊടുത്തു. ഇവിടെ എത്ര നടന്മാരുണ്ടെന്നേ. അതൊന്നും ഈ പടത്തിന് ഗുണം ചെയ്തില്ല. 40 കോടി രൂപ ചിലവായി എന്നാണ് പറയുന്നത് ഈ പടത്തിന്. ആലോചിക്കുക, ഒരു സാധാരണ മലയാള പടം മധുര ജില്ലയുടെ അത്ര വലിപ്പമുള്ള ഒരു സംസ്ഥാനത്ത് കാണിക്കുന്ന ഒരു സിനിമയ്ക്ക്, ഒരു സാധാരണ സിനിമയ്ക്ക് 40 കോടി രൂപയൊക്കെ മുടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതിപ്പോൾ റിവ്യൂ ചെയ്യില്ല എന്നുള്ളതല്ല പ്രശ്നം. ബാന്ദ്ര എങ്ങനെയുണ്ട് ചേട്ടാ എന്നൊരുത്തനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഭ്രാന്ത് പിടിപ്പിക്കുന്ന പടമെന്നാണെന്ന് പറഞ്ഞത്. ബാന്ദ്ര എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിപ്പിക്കുന്ന പടമെന്നാണെന്ന് ഒരു പ്രേക്ഷകൻ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ അറിയാതെ പോയ ഇവിടുത്തെ നിരൂപണ എന്താ പറയുക, പടത്തിൻ്റെ സൃഷ്ടി സംഹാരം നടത്തുമെന്ന് സിനിമാക്കാർ വിശ്വസിക്കുന്ന മണ്ടത്തരങ്ങൾ വിശ്വസിക്കുന്ന സിനിമാക്കാർ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ജിഗർ തണ്ട എന്നൊരു പടം വന്നു. അല്ലെങ്കിൽ ഗരുഡൻ സുരേഷ് ഗോപിയുടെ, ഇപ്പം ബാന്ദ്ര വീണു പോയതുകൊണ്ടാണ് ഗരുഡൻ രക്ഷപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ബിജു മേനോൻ ഇല്ലായിരുന്നെങ്കിൽ ആ പടം ഒന്നും അല്ലാതെ ആയി പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കണ്ടിരിക്കാൻ ഒരു മുഷിവില്ലാതെ കണ്ടിരിക്കാവുന്നതാണ്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ റിവ്യൂ തുടങ്ങുന്നു. ഞാൻ തുടങ്ങില്ല. ഇനി എനിക്കും കൂടെ പഴി കിട്ടാനാണ് ഞാൻ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ സിനിമയിൽ വാശിയുള്ളവരുടെ വൈരാഗ്യമുള്ളവരുടെയൊക്കെ പടങ്ങൾ മോശമെന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ റിവ്യൂനില്ല. പക്ഷെ ഞാൻ പറയുന്നത്, എൻ്റെ മകൻ പോയി ഫാലിമി എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ്, അച്ഛാ നാളെ തന്നെ ആ പടം കാണണേ. എന്നിട്ട് എന്താ കണ്ടു നോക്ക്. 1 മണിക്കൂർ 40 മിനിറ്റായിട്ടേ ഉള്ളൂ പടം. ഞാനും ഭാര്യയും കൂടെ പിറ്റേ ദിവസം പോയി കണ്ടു. ഞങ്ങൾ രാത്രി 10 മണിക്കുള്ള ഷോയ്ക്ക് ചെല്ലുമ്പോൾ ഏരീസ് പ്ലസിൽ ഹൗസ്ഫുള്ളാണ്. ജഗദീഷും മഞ്ജു പിള്ളയുമാണ് പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. പിന്നെ ബേസിലും പിന്നെ ആകെ 5-6 ആർട്ടിസ്റ്റേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ കേൾക്കട്ടെ, ഇവിടുത്തെ റിവ്യൂ ചെയ്യുന്ന ചേട്ടന്മാർ വിചാരിച്ചാൽ തകർക്കാൻ പറ്റുന്നതാണോ ഫാലിമി എന്ന് പറഞ്ഞ പടം? തുച്ഛമായ ചെറിയ എമൗണ്ടിൽ എന്തോ ചെയ്ത് തീർത്ത പടമാണ്. എത്ര കോടിയായിരിക്കും അത് വാരാൻ പോകുന്നത്? അപ്പോൾ ഇവിടെ റിവ്യൂ ചെയ്യുന്നവന്മാർ ഈ എന്താ പറയുക, ദിലീപിൻ്റെ പടത്തിനെ ബാന്ദ്രയെ റിവ്യൂ ചെയ്ത് ബോംബിങ് നടത്തി നശിപ്പിച്ചു എന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഈ ഫാലിമി എന്ന് പറഞ്ഞ പടത്തിനെ അതുപോലെ ബോംബിങ് നടത്തി കൊല്ലാത്തത്? കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ പടം ഓടുന്നത്. ദിലീപ് ചോദിക്കുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് വിഷമൊന്നുമല്ലല്ലോ തരുന്നത്, സിനിമയല്ലേ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. വരട്ട് ചോദ്യമാണ് ദിലീപേ അത്. നിങ്ങളൊരു തല്ലിപ്പൊളി സിനിമ എടുത്തുകൊണ്ട് വെച്ചിട്ട്, ഇപ്പോൾ ബാലചന്ദ്രമേൻ്റെ ദേ ഇങ്ങോട്ട് നോക്കിയെന്നൊരു പടം ഇറങ്ങി. ആദ്യ ഷോ കണ്ടിട്ട് ആളുകൾ ഇറങ്ങി വരുമ്പോൾ അടുത്ത ഷോയ്ക്ക് ക്യൂവിൽ നിൽക്കുന്നവർ ആകാംക്ഷയോടെ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു എന്ന്, എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അവൻ മുണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ദേ ഇങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞു. പടം ദയനീയമായി പൊളിഞ്ഞു പോയില്ലേ? മേനോൻ ചേട്ടൻ്റെ ദയനീയമായി പൊളിഞ്ഞ പടങ്ങളിലൊന്നല്ലേ അത്? പ്രേക്ഷകരെ ഒന്നും നമുക്ക് പറ്റിക്കാൻ കഴിയില്ലെന്നേ. അതിനൊരു റിവ്യൂ ബോംബിങ്ങും വേണ്ട, ഒരു ചുക്കും വേണ്ട. അല്ലാതെ തന്നെ പ്രേക്ഷകനറിയാം ഫാലിമി ഓടണം, ഗരുഡൻ ഓടണം, ജിഗർ തണ്ട ഓടണം, ജയിലർ ഓടണം എന്നൊക്കെ പ്രേക്ഷകനറിയാമെന്നേ. അവർക്കറിയാം അതിൽ എന്തെങ്കിലും സാധനം ഉണ്ടാവുമെന്ന്. 150 രൂപ മുടക്കിയിട്ടാണ് നിരൂപണം നടത്തുന്നതെന്നാണ് ദിലീപ് പറയുന്നത്. 150 രൂപ മുടക്കാൻ ത്രാണിയുള്ള ഒരാൾ സിനിമയ്ക്ക് കയറിയാൽ ആ 150 രൂപയ്ക്ക് നഷ്ടമാണെങ്കിൽ അവനെന്താ നഷ്ടമെന്ന് പറഞ്ഞുകൂടാത്തത്? കോടികൾ നിർമ്മാതാവിന് പോകുന്നത് ഈ 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്നവൻ ഓർക്കണമെന്നാണ് ദിലീപ് പറയുന്നത്. കഷ്ടമാണ്. കാരണം ഈ വിനായക അജിത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ 80 കോടി രൂപയൊക്കെ സിനിമയെ കൊണ്ട് കളയുക എന്ന് പറഞ്ഞാലേ, ഹൈ കോസ്റ്റ് പടമാണ് ബാന്ദ്ര. ഒരുപാട് സ്ഥലങ്ങളിൽ ചിത്രീകരിക്കാനും അതിന് തന്നെ ഒരുപാട് സമയമായി എന്ന് ദിലീപ് പറയുന്നു.
അപ്പോൾ ഏതൊരു പത്രക്കാരൻ ചോദിക്കുന്നു, വിദേശത്തൊക്കെ പോയോ എന്ന് ചോദിച്ചു. ഇല്ല, മറ്റു രാജ്യങ്ങളിലൊന്നും പോയില്ല, ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ഷൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്നതിൽ ഒരു താരരാജാവ് എന്ന് പറയുന്ന അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ ഒരാളാണ്. ഞാൻ അയാളുടെ ആദ്യമായിട്ട് ഈ ബാന്ദ്രയെക്കുറിച്ച് കാണാൻ വേണ്ടിയാണ് അത് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിയ അതിശയം എന്താണെന്ന് ചോദിച്ചാൽ, 13 ദിവസം കൊണ്ട് 10 ലക്ഷം പേർ അവൻ ബാന്ദ്രയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കണ്ടിരിക്കുന്നു. ആലോചിക്കുക, 13 ദിവസം കൊണ്ട് 10 ലക്ഷം പേർ കാണണമെങ്കിൽ ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്നവൻ എന്തൊക്കെയോ കൃത്യമായി പറയുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ അയാളുടെ ആ റിവ്യൂ കയറിയ ആളുകൾ കാണുന്നത്. എനിക്ക് അതിശയം തോന്നി. 10 ലക്ഷം പേരാണ് 13 ദിവസം കൊണ്ട് കണ്ടത്. പിന്നെ സുധീഷ് പയ്യന്നൂർ എന്ന് പറഞ്ഞ ആൾ, ആരുടെയൊക്കെയോ റിവ്യൂ ഞാൻ കണ്ടു. അതിൽ ക്രിസ്റ്റഫറിനെയും പുലിമുരുകനെയും ഒക്കെ ഇതുപോലെ ബോംബിങ് നടത്തി തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ആരോ പറഞ്ഞു കേട്ടു. ഒരിക്കലും അല്ല. ക്രിസ്റ്റഫർ നന്നായിട്ട് കാശുണ്ടാക്കി. നല്ല ഏതൊക്കെയോ ഒരു 10-25 പടങ്ങളിലെ നല്ല സീനുകൾ എടുത്തുണ്ടാക്കിയ സിനിമയാണല്ലോ ക്രിസ്റ്റഫർ. അല്ലാതെ അതിലൊരു മേന്മയൊന്നും പറയാനില്ല. പിന്നെ ആന്റണി പെരുമ്പാവൂർ ദുർലഭമില്ലാതെ പൃഥ്വിരാജ് പറഞ്ഞതുപോലെയൊക്കെ സെറ്റും ജനക്കൂട്ടും ഒക്കെ കൊടുത്തപ്പോൾ നന്നായിട്ട് നല്ല സ്ക്രീനിൽ നിറച്ച് എന്താ പറയുക പ്രസൻസ് ഉണ്ടായിരുന്നു. 50-60 ദിവസം എന്ന് പറഞ്ഞു തുടങ്ങുന്ന സിനിമകൾ 100, 120, 130 ദിവസങ്ങളിലേക്ക് നീങ്ങുന്നതാണ് മലയാള സിനിമയുടെ ഇന്നത്തെ ശാപം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ സിനിമ 60 ദിവസത്തിനുള്ളിൽ തീർക്കാമെന്ന് സംവിധായകൻ ഉറപ്പ് തന്നിട്ട് 130 ദിവസമായിട്ട് തീർന്നിട്ടില്ല എന്നാണ് ലിസ്റ്റൻ സ്റ്റീഫൻ പറയുന്നത്. അപ്പോൾ ലിസ്റ്റന് പറയാം, കാരണം എന്താ പറയുക, ലിസ്റ്റന് നന്നായിട്ട് സിനിമ വിറ്റെടുക്കാൻ അറിയാം. അത് സാറ്റലൈറ്റ് ആയാലും OTT ആയാലും നല്ല തിയേറ്ററുകളിലായാലും കളിച്ചെടുക്കാൻ അറിയാവുന്നതുകൊണ്ട് അയാൾക്ക് ചിലപ്പോൾ ആ പടം നഷ്ടം വരില്ല. പക്ഷേ വിനായകൻ അജിത്തിനെ പോലെ ഒരാളെടുക്കുമ്പോഴാണ് ലിസ്റ്റൻ സ്റ്റീഫനെ പോലെ കയറി കളിച്ചാൽ കീറിപ്പോവും എന്ന് പറയാനുള്ളത്. സക്സസ് ആർക്കും വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല എന്നും ലിസ്റ്റൻ സ്റ്റീഫൻ പറയും. എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകം തോന്നിയത് ഈ ബാന്ദ്ര റിലീസ് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അതിൻ്റെ ഓഡിയോ ലഞ്ചോ നടത്തുമ്പോൾ എറണാകുളത്ത് സമ്പന്നമായ സിനിമാക്കാരുടെ വേദിയിലെ മുന്നിൽ സ്റ്റേജിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്ന ഒരു പ്രസംഗം കേൾക്കാനിടയായി. അത് കഴിഞ്ഞ് ബാന്ദ്ര റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ എന്തെല്ലാം വിടുവായിത്തനം അടിക്കുമെന്ന് ഞാനപ്പോഴാണ് ആലോചിച്ചത്. ബാന്ദ്രയുടെ വിജയം മലയാള സിനിമയുടെ വിജയത്തിന് ആവശ്യമാണ് എന്നാണ് പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പ്രസംഗിക്കുന്നത്. ബാന്ദ്ര എന്ന് പറഞ്ഞൊരു സിനിമ സക്സസ് ആയാൽ മാത്രമേ ഇനി മലയാള സിനിമയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറയേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഈ ഹൈപ്പ് കൊടുത്ത് ആളുകളെ പറ്റിച്ചാണ് ചില സിനിമകൾ വീണു പോണേ. എന്തിനു ഉണ്ണികൃഷ്ണൻ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പിന്നെ പറഞ്ഞിരുന്ന തുകയുടെ 2 ഇരട്ടി ആയെങ്കിലും ഇനി തർക്കത്തിന് വഴി വരാൻ ഇടയില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. കാരണം ആ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ സംവിധായകൻ അരുൺ ഗോപി ആദ്യമേ പറഞ്ഞു, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന എമൗണ്ട് 18 കോടിക്കോ തീർക്കാമെന്ന് പറഞ്ഞിരുന്നതാണോ, അത് 40 കോടിയായി. അങ്ങനെ ആയിപ്പോയി. അത് എനിക്ക് പറ്റിയ ഷൂട്ടിങ്ങിനിടയിലുണ്ടായ ഒരുപാട് ചിലവുകളിൽ പറ്റിപ്പോയാണെന്ന് പറഞ്ഞ് ആദ്യമേ ജാമ്യം എടുത്തതുകൊണ്ട് അയാളുടെ പേരിൽ ഒരു നടപടി ഇനി എടുക്കാൻ ഒക്കില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. അതെന്തിനായോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിചാരിച്ച തുക കടന്നുപോയി എന്ന് അയാൾ പരസ്യമായി പറഞ്ഞതുകൊണ്ടും അത് വിനായക അജിത്തും അരുൺ ഗോപിയും ഉള്ള സ്റ്റേജിൽ തന്നെ പറഞ്ഞതുകൊണ്ടും അവർ തമ്മിൽ കൈ കൊടുത്തതുകൊണ്ടും പരസ്പരം പറഞ്ഞു കഴിഞ്ഞ ബുദ്ധിമാനായ അരുൺ ഗോപി അച്ചടക്ക നടപടികളിൽ നിന്ന് രക്ഷപ്പെടും എന്ന് ഉണ്ണികൃഷ്ണൻ അവിടെ സുഖിപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. പുറത്തുനിന്നും കണ്ട ഒരാൾ ബാന്ദ്ര എന്ന് പറഞ്ഞ പടം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് കണ്ട ഒരേ ഒരാളെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ളൂ, അത് ഞാനാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ സിനിമ ഹിറ്റാവും. പിന്നെ അദ്ദേഹം ഒരുപാട് കോമഡി അടിക്കുന്നുണ്ട്. അതായത് ആ പടത്തിൻ്റെ ഒരു ഫൈറ്റ് എടുക്കാനായിട്ട് ഫൈറ്റ് മാസ്റ്റർ എല്ലാം ഫിക്സ് ചെയ്തിരുന്നു. പക്ഷേ അയാൾക്ക് എന്തോ തിരക്കുമെന്നവൻ പെട്ടെന്ന് അയാൾ മദ്രാസിലേക്ക് പോയി. പകരം വന്നത് മാഫിയ ശശിയായിരുന്നു. അപ്പോൾ സംവിധായകന് വേറെ എവിടെയോ ഒരു ഷെഡ്യൂൾ ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു, എന്ന് എൻ്റെ ഉണ്ണിച്ചേട്ടാ 2 ദിവസം ഈ മാഫിയ ശശിയോടൊപ്പം നിന്ന് ഈ ഫൈറ്റ് ഒന്ന് തീർത്ത് തരണം എന്ന് പറഞ്ഞാൽ, ഈ ഫൈറ്റൊക്കെ എടുക്കാൻ ജോഷി സാറിനെയൊക്കെ പോലെ അത്രയും എക്സ്പെർട്ടായി ഉണ്ണികൃഷ്ണൻ ഈ വേദിയിൽ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാനാണ് മാഫിയ ശശിയുടെ കൂടെ ഇതിൽ 2 ദിവസത്തെ ഫൈറ്റിന് നിന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. എന്നിട്ട് ഉണ്ണികൃഷ്ണൻ തന്നെ പറയുന്നു, ഞാൻ ക്രമേണ ലിസ്റ്റൻ സ്റ്റീഫൻ ആകുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു, എൻ്റെ പൊന്നുണ്ണികൃഷ്ണ 7 ജമ്മു എടുത്താൽ നിങ്ങൾക്ക് ലിസ്റ്റൻ സ്റ്റീഫൻ ആവാൻ കഴിയില്ല. കാരണം നിങ്ങളെ ഇന്ന് എത്ര പ്രായം കുറഞ്ഞ പയ്യൻ, പക്ഷേ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് സക്സസ്സുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരനാണ് ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ ലിസ്റ്റൻ സ്റ്റീഫൻ. മാഫിയ ശശിക്ക് അതിനുശേഷം ഒരു തെലുങ്ക് തമിഴ് 2 സിനിമകൾ കിട്ടി, ഒരു തെലുങ്ക് പടം ഒരു തമിഴ് പടം. അപ്പോൾ തന്നെ മാഫിയ ശശി വിളിച്ചിട്ട് ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു, എന്ന് ഫൈറ്റേഴ്സ് യൂണിയനിൽ അംഗത്വം എടുത്താലോ ഉണ്ണിച്ചേട്ടാ, ചേട്ടൻ കൂടി വരണമെന്ന്. ഏത് ഈ തെലുങ്ക് തമിഴിൽ സെറ്റിൽ അതിൻ്റെ സംവിധായകൻ ചവിട്ടിക്കൂട്ടി പുറത്താക്കൂല്ലേ? ചുമ്മാ അടിക്കുന്നതാണ്. സ്റ്റേജിൽ നിന്ന് വിടുവായി തന്നെ ഇങ്ങനെ സുഖിപ്പിച്ച് വിടുകയാണ്. കാരണം ബാന്ദ്ര ഇയാളും കണ്ടിരിക്കുകയാണ്, ഉണ്ണികൃഷ്ണൻ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ അറിയാം
ആ പടത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ദോഷം ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനത്തെ ഡയലോഗുകൾ അടിക്കാമെന്ന് വിചാരിച്ച് ഉണ്ണി പറഞ്ഞതായിരിക്കാം. എന്തായാലും എക്സിബിറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും ബാന്ദ്ര വരുന്നത് കാത്തിരിക്കുന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. എനിക്കറിയില്ല അങ്ങനെ കാത്തിരുന്നോ എന്ന്. അങ്ങനെ ഒരു ഹൈപ്പ് എന്തിനാണ് ഇവരില്ലാത്ത ഹൈപ്പുകൾ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ദിലീപ് എനിക്ക് സഹോദരനെ പോലെയാണ്. അരുൺ ഗോപി എൻ്റെ അനിയനാണ്. ഈ പറയുന്ന വിനായക അജിത്ത് എന്നെ സഹായിച്ചവനാണ്. എന്നിട്ട് അദ്ദേഹം പ്രസംഗമൊക്കെ കഴിഞ്ഞ് പോയിട്ട് തിരിച്ചു വന്ന് മൈക്ക് വാങ്ങിച്ചിട്ട് പറയല്ലേ, ഞാൻ ഉദയകൃഷ്ണനെ പറയാൻ മറന്നു. എന്നിട്ട് അത് ഉദയകൃഷ്ണനെ കുറേ പൊക്കി അടിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു സിനിമ ഓടൂല ഉണ്ണികൃഷ്ണ. ആ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടാകണം. അതിപ്പോൾ നിങ്ങളുടെ ആറാട്ടായാലും ശരി, ഈ പറയുന്ന ബാന്ദ്ര ആയാലും ശരി, എല്ലാത്തിനും സംഭവിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ഹോംവർക്ക് ചെയ്യാതെ ഒരു സ്റ്റേജിൽ നിന്ന് മൈക്ക് കിട്ടിയതുകൊണ്ട് 4 വാചകം അടിച്ചുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് ഞാൻ പറയും. പിന്നെ നിങ്ങളെ ഇപ്പോൾ ദിലീപ് സഹോദരനായി കാണും, അരുൺ ഗോപി അനിയനായിട്ട് കാണും. കാരണം നിങ്ങൾ ഫെഫ്ക എന്ന് പറഞ്ഞ സിനിമയുടെ ടെക്നീഷ്യൻ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയായി. അതിൽ വേറെ ആർക്കും അതിനുള്ളൊരു പവറില്ലല്ലോ. ചെയർമാനായിരിക്കുന്ന സിബി മലയിലിന് എന്ത് പവറുണ്ട്? വർക്കിംഗ് സെക്രട്ടറി ആയിരിക്കുന്ന സോഹൻ സീനുലാലിന് എന്ത് പവറുണ്ട്? ഒന്നുമില്ല. സൃഷ്ടിസ്ഥിതി സംഹാരം നടത്താവുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട്, ഫെഫ്ക നിങ്ങളുടെ കയ്യിലിരിക്കുന്നതുകൊണ്ടും നിങ്ങൾക്ക് നല്ല രസകരമായി സംസാരിക്കാനും എല്ലാവരോടും നന്നായിട്ട് അടുത്തിടപഴകാനുമുള്ള കഴിവുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ അനിയൻ ദിലീപും ആവില്ല, സഹോദരൻ സഹോദരൻ ദിലീപും ആവില്ല, അനിയൻ അരുൺ ഗോപി ആകില്ലായിരുന്നു. നിങ്ങളിൽ സംഘടന ഉള്ളതുകൊണ്ട് നിങ്ങളിങ്ങനെ കൊണ്ടു കിടക്കുന്നു എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. സിനിമ കണ്ടിറങ്ങുന്നത് മുതൽ അഭിപ്രായം പറയാമെന്നാണ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ആ സ്റ്റേജിൽ പറഞ്ഞതല്ല പിന്നെ പറയുന്നത് ഉണ്ണി ആദ്യം പ്രൊഡ്യൂസർമാരുടെയും എക്സിബിറ്റേഴ്സിൻ്റെയും ഒക്കെ കൂടെ നിൽക്കുന്നു. ഞങ്ങളമാരെയൊന്നും തിയേറ്ററിൽ കയറ്റില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞാൽ പറയാം സിനിമ കണ്ടിറങ്ങുന്നത് മുതൽ അഭിപ്രായം പറയാം. അത് പറയാൻ പാടില്ല എന്ന് ആർക്കും തടയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്രിസ്റ്റഫർ പ്രതികൂല റിവ്യൂവിൽ വീണുപോയതാണ്. ക്രിസ്റ്റഫർ വീണോ എന്ന് എനിക്കറിയില്ല. ക്രിസ്റ്റഫർ നല്ല കളക്ഷനായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൊമോ വീഡിയോ ചെയ്യാൻ ഇപ്പോൾ സിനിമയെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ പോസ്റ്ററും കുന്തും കുറച്ചൊക്കെ ഒന്നും പോരാ. പ്രൊമോ വീഡിയോകൾ ചെയ്യാനായിട്ട് 30 ലക്ഷം രൂപ നിർമ്മാതാക്കൾ മുടക്കേണ്ടി വരുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ദിനം പ്രതി അത് കൂടുന്നു. അത് 30-ൽ നിന്ന് 40-ലേക്കും 50-ലേക്കും ഒക്കെ കൂടുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. ഇപ്പോൾ ഫിലിമിൽ നിന്ന് മാറി നമ്മൾ ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ പറഞ്ഞെന്താണെന്നറിയോ? ആ ഫിലിം വാങ്ങുന്ന ഒരു 40 ലക്ഷം രൂപ ലാഭമാണ്. എന്തായാലും തുടക്കത്തിൽ തന്നെ 40 ലക്ഷം രൂപ ഒരു സിനിമയ്ക്ക് ലാഭമാണെന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഡിജിറ്റൽ ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് എത്ര രൂപയാണ് OTT ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ അടയ്ക്കേണ്ടി വരുന്നത്? അതുപോലെയാണ് ഇപ്പോൾ സിനിമയുടെ പ്രൊമോ വീഡിയോ ചെയ്യാനായിട്ട് യൂട്യൂബർമാർക്ക് കൊടുക്കേണ്ടി വരുന്നത് 30 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ എന്ന് പറയുന്നു. ആ 40 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഇതിൽ ചിലവന്മാർ ഈ പടം തല്ലിപ്പൊളിയാണെന്നുള്ള റിവ്യൂ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സാമ്പത്തിക അതിക്രമങ്ങൾ ഇവിടെ നടക്കുന്നു, സിനിമയിൽ നടക്കുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. 1000 കമൻറ്റുകൾ ഈ സിനിമ നല്ലതാണെന്നുള്ള 1000 കമൻ്റ് ഇടുന്നതിന് ഇത്ര രൂപ, തിയേറ്ററിൻ്റെ മുന്നിൽ നിന്ന് മൈക്കിൻ്റെ മുന്നിൽ വന്ന് ഈ പടം മനോഹരമാണെന്ന് പറയുന്നതിന് ഇത്ര രൂപ, അങ്ങനെ പറയിപ്പിക്കുന്നതിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ഒരുപാട് പൈസ എറണാകുളം ബേസ് ചെയ്ത് കണ്ടമാനം കാശ് കണ്ടവന്മാർ അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയാതെ പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ. എന്നിട്ട് അവസാനം പറയുന്നത് ട്രാൻസ്പെറൻസി വേണം റിവ്യൂവിലും ബിസിനസ്സിലും എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. റിവ്യൂവിലും ട്രാൻസ്പെറൻസി ഇല്ല, ബിസിനസ്സിലും ഇല്ല ഉണ്ണികൃഷ്ണൻ. നിങ്ങൾ ബിസിനസ്സിൽ ഇങ്ങനെ ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നുവെങ്കിൽ 18 കോടി രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ബാന്ദ്ര 40 കോടി ആകുമ്പോൾ അതിൽ എന്ത് ട്രാൻസ്പെറൻസിയാണ് ഉള്ളത് ഉണ്ണികൃഷ്ണ? എന്നിട്ട് ആ ഉണ്ണികൃഷ്ണൻ തന്നെ പറയല്ലേ അരുൺ ഗോപിയെ ശിക്ഷിക്കാനൊന്നും പറ്റില്ല, അച്ചടക്ക നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം അയാൾ സ്റ്റേജിൽ നിന്ന് പ്രൊഡ്യൂസറുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് അങ്ങനെ ഒരു കാപ്പാത്തുങ്കോ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് നടപടി എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ട്രാൻസ്പെറൻസി? അതുകൊണ്ട് റിവ്യൂ ബോംബിങ് കേസ് നടക്കുന്ന ഈ സമയത്ത് റിവ്യൂ ബോംബിങ് നടന്നാൽ സിനിമകൾ വീഴുമെന്ന് വിചാരിക്കുന്നത് അസംബന്ധമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. തിയേറ്റർ യൂണിയനും നിർമ്മാതാക്കളുടെ യൂണിയനും എടുത്ത തീരുമാനം അവരെ ഒറ്റപ്പെടുത്തണമെന്നായിരുന്നു. പക്ഷേ ഞങ്ങളതിൽ പങ്കാളികളല്ല എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പതുക്കെ കൈ കഴുകുന്നുണ്ട്. ഇപ്പം നിർമ്മാതാക്കൾ സെറ്റുകളിൽ പോലീസ് വരുന്നതിൽ തെറ്റില്ല, അവർ വന്ന് പോലീസ് വന്ന് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ചോട്ടെ എന്ന് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞപ്പോഴും ഉണ്ണികൃഷ്ണൻ ഇത് തന്നെ പറഞ്ഞത്. ഞങ്ങൾക്ക് അഭിപ്രായമില്ല, പ്രൊഡ്യൂസർമാർക്കാണ് അഭിപ്രായം. ഞങ്ങൾക്ക് സെറ്റിൽ ആർക്കും എന്തും വലിക്കാമെന്നുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഒരു പോലീസുകാരനെ കയറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് ഉണ്ണികൃഷ്ണൻ. അതുപോലെ തന്നെ ഇവിടെയും പറയുന്നു, തിയേറ്റർ യൂണിയനും നിർമ്മാതാക്കളുടെ യൂണിയനും എടുത്ത തീരുമാനമാണ്, ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അതുകൊണ്ട് റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞങ്ങൾ സഹകരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ നിർമ്മിതിയാണ്
നിങ്ങളുടെ ശരീരമെന്ന് മിഷേൽ ഫൂക്കോ പറഞ്ഞതുപോലെയാണ്, നിരൂപണങ്ങൾ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം മനസ്സിലാവാത്ത എന്തൊക്കെയോ അടിച്ചു പറഞ്ഞു. ഈ ആധുനിക സയൻസിൻ്റെ ഉൽപ്പന്നമാണ് മനുഷ്യ ശരീരം എന്നൊക്കെ പറഞ്ഞത് ഇവിടെ പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഉണ്ണികൃഷ്ണൻ അങ്ങനെയൊക്കെ പറയുന്നു. സിനിമ കാണരുതെന്ന് പറഞ്ഞിട്ടും പ്രേക്ഷകർ കണ്ടു. അവരാണ് എൻ്റെ ബലം എന്നാണ് ദിലീപ് പറയുന്നത്. ബാദ്ര കാണരുത് എന്ന് ഒരുപാട് പേര് റിവ്യൂയിലൂടെ പറഞ്ഞിട്ടും എൻ്റെ സിനിമ കാണാൻ ആളുണ്ടായിരുന്നു, അതാണ് എൻ്റെ ബലമെന്ന് ദിലീപ് പറയുന്നു. മറ്റ് ഭാഷാ ചിത്രങ്ങൾക്ക് കൈ കൊടുക്കുന്നവർ നമ്മുടെ ഭാഷാ ചിത്രങ്ങൾക്ക് കൈയടിക്കണം എന്നാണ് ദിലീപ് പറയുന്നത്. ദിലീപേ, ജയിലർ കണ്ടാൽ നമ്മൾ കൈയടിച്ചു പോകുന്നേ. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് 6-7 സ്ഥലങ്ങളിൽ വണ്ടി വന്ന് നിൽക്കുമ്പോൾ ഞാൻ മോഹൻലാൽ വന്നിറങ്ങാൻ പോകണമെന്ന് വിചാരിച്ചു. നമ്മൾ മോഹൻലാലിനെ കാത്തിരിക്കും. കാരണം അതിൻ്റെ ഒരു മേക്കിങ്ങും അതിൻ്റെ ഒരു സ്ക്രിപ്റ്റും അങ്ങനെയാണ്. പിന്നെ ഈ ജയിലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലാഷ് ബാക്കൊക്കെ കാണിക്കുമ്പോൾ എനിക്കിപ്പോഴും ഞാൻ OTT-ൽ ഒരു 5-6 പ്രാവശ്യം ആ ഫ്ലാഷ് ബാക്ക് ഇട്ട് കണ്ടു. അങ്ങനെ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തു വെച്ചാലല്ലേ ദിലീപേ അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. അതിന് പകരം മറ്റ് ഭാഷാ ചിത്രങ്ങൾക്ക് കൈ കൊടുക്കുന്നവർ നമ്മുടെ ഭാഷാ ചിത്രങ്ങളെ കൈയടിക്കണം എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളിയാണെങ്കിൽ എങ്ങനെ കൈയടിക്കും? ദിലീപ് പൈസ കൊടുത്ത് സിനിമ കാണുന്ന സിനിമ നടനല്ല എന്ന് വെച്ചോളൂ. ദിലീപ് സ്വന്തം പൈസ കൊടുത്ത് കയറി ഒരു 6 ബോറൻ സിനിമ കാണാതിരുന്നിട്ട് എങ്ങനെ കൈയടിക്കുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണം. ആരെ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരെയെന്ന് മനസ്സിലാവുന്നില്ല. ദിലീപിനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചിരുന്നു. മലയാളിക്ക് ദിലീപിനെ ഇഷ്ടമാണ്, ദിലീപ് പറയുന്ന വാക്കുകൾ ഇഷ്ടമാണ്, ദിലീപിൻ്റെ സിനിമ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളതാണെന്നുള്ള വിശ്വാസം മലയാളിക്കുണ്ട്. ദിലീപേ, നിങ്ങൾ ഇനിയും അത് ആർജിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക്. ഞാനിപ്പോൾ പറയുന്നത് ശരിയാണോന്ന് എനിക്കുണ്ട്. നിങ്ങളിപ്പോൾ CID മൂസയുടെ 2ാം ഭാഗം എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാനിതാ ഇപ്പോൾ പറയുന്നത് ദിലീപേ, അത് പൊളിഞ്ഞു പാളീസായി പോകുന്നു. നിങ്ങൾ ആ പടം എടുക്കുകയാണെങ്കിൽ പൊളിഞ്ഞു പാളീസായി പോകുന്നു ഞാൻ പറയും. കാരണം CID മൂസ എന്ന് പറഞ്ഞ സിനിമ ദിലീപിൻ്റെയിൽ മാത്രം നിൽക്കുന്നൊരു സിനിമയാണോ? അല്ല. അതിൽ ജഗദീഷ് ശിവകുമാർ ചെയ്തിരിക്കുന്നൊരു അളിയൻ വേഷമുണ്ടേ, വേണ്ട. ക്യാപ്റ്റൻ രാജു എന്ന് പറഞ്ഞ ആൾ ചെയ്തിരിക്കുന്ന ഒരു വലിയ മനോഹരമായ വേഷമുണ്ടേ, ഹ്യൂമർ വേഷം, വേണ്ട. ആ സിനിമയ്ക്കൊരു നായികയുണ്ടായിരുന്നു, ഭാവന എന്ന് പറഞ്ഞ്. ഈ ഘടകങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ അത് CID മൂസ എന്ന് പറഞ്ഞാൽ എന്തിനാ? CID കൊച്ചാപ്പി എന്നിട്ടാ പോരെ? നിങ്ങൾക്ക് CID മൂസയുടെ 2ാം ഭാഗം എടുക്കണമെന്ന് എന്തിനാ വാശി? അപ്പോൾ ദിലീപ് അപകടങ്ങളിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറയും. ദിലീപ് കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളണം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ മലയാള സിനിമ എങ്ങോട്ടൊക്കെ മാറി എന്ന് ദിലീപ് ചിന്തിക്കണ്ടേ? അതിന് പകരം പ്രേക്ഷകനെ പറ്റിക്കാനുള്ള ഇത്തരം ഞുണുക്ക് വേലകളുമായി പോകരുത് എന്നാണ് എനിക്ക് ദിലീപിന് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, ദിലീപിനോട് ദേഷ്യമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതല്ലല്ലോ. എന്തിനാണ് ദിലീപ് CID മൂസയുടെ 2ാം ഭാഗം എടുക്കാൻ പോണേ? അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ആരെങ്കിലും അതിലുണ്ടോ? പോട്ടെ, ആ പടത്തിൻ്റെ ക്ലൈമാക്സിൽ അവസാനം എന്താ? നിങ്ങൾ ആ വിമാനത്തിൽ കയറി പോകുമ്പോൾ അതിൻ്റെ പൈലറ്റായിട്ടിരിക്കുന്ന സലീം കുമാറാണ്. ഇന്ന് സലീം കുമാറിന് അതുപോലൊരു ഹ്യൂമർ വേഷം ചെയ്യാൻ പറ്റും? അയാളുടെ അനാരോഗ്യവാനായി പോയില്ലേ? നിങ്ങൾ പിന്നെ ആരെ വെച്ചിട്ടാണ്? നിങ്ങളെ മാത്രം വെച്ചുകൊണ്ട് ജോണി ആൻ്റണി എന്ത് ചെയ്യാനാണ് നിങ്ങളെ വെച്ച്? പറയൂ. ഉദയകൃഷ്ണനും ജോണി ആൻ്റണിയും ദിലീപും കൂടെ ചേർന്നാൽ CID മൂസയാവുമോ? ആവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അത്തരം വരട്ട് പരിപാടികൾ, ചുളുക്ക് പരിപാടികൾ കാണിച്ച് നമുക്ക് രക്ഷപ്പെട്ട് കളയാമെന്ന് വിചാരിക്കാതെ വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ കണ്ടെത്തു ദിലീപേ. അത് ഈ അധോലോക നായകനൊന്നും വേണ്ട. നിങ്ങൾ അധോലോകമായിട്ട് ചെയ്തപ്പോൾ പോലും എത്ര രസകരമായി നിങ്ങൾ കാഴ്ചയില്ലാത്ത ഒരു കഥാപാത്രം ചെയ്തു. എന്ത് രസമായിട്ട്, ചെസ് എന്നോ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആ റൺവേ എന്ന് പറഞ്ഞ ജോഷി സാറിൻ്റെ പടം, നിങ്ങൾ അധോലോകം എന്ത് രസമായിട്ട് ചെയ്തു. നമുക്കിപ്പോൾ ബാലകൃഷ്ണപിള്ള സാറിനെയും ഗണേശനെയും ഓർമ്മ വരുന്ന ഒരു സബ്ജക്റ്റാണല്ലോ റൺവേ എന്ന് പറയുന്നത്. റൺവേ തന്നെ തന്നെ തോന്നും. അതുപോലെയുള്ള വേഷങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അനുജനായിട്ട് ഇന്ദ്രജിത്തൊക്കെ അഭിനയിച്ച സിനിമ. അതുപോലെ വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ കണ്ടെത്തും. അതിന് പകരം CID മൂസയുടെ 2ാം ഭാഗം മറ്റേ ഇനി ഏതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ലാൽ ജോസ് ചെയ്തൊരു പടം ഉണ്ടല്ലോ, ആ നിങ്ങൾ സ്ത്രൈണ ഭാവത്തിൽ ചെയ്ത നമ്മുടെ ബെന്നി പി നായരമ്പിൽ എഴുതിയ ചാന്തുപൊട്ട്, അതൊന്നും ഇനി ചെയ്യരുത്. അതൊക്കെ നിങ്ങൾ ചെയ്യാവുന്നതിൻ്റെ അങ്ങേ അറ്റം ചെയ്തു വച്ചില്ലേ? ആ CID മൂസയിൽ നിങ്ങളെയും കൊണ്ട് പറക്കുന്ന പൈലറ്റ് ഇയാളാണ്, സലീം കുമാറാണെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നിടത്ത് ആ സബ്ജക്റ്റ് തീർക്കണമെന്ന്. ഇനി നിങ്ങൾ അതിനെ എടുത്തിട്ട് 2ാം ഭാഗം എടുത്തിട്ട് അതിനെ ചതയ്ക്കാൻ നടക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണം. ആരെ? പ്രേക്ഷകരെ വിശ്വസിക്കണം. ആ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ദിലീപ് നിങ്ങൾ വീണ്ടും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ജോണി ആൻ്റണി ആണെങ്കിൽ ഒരു ദിവസം 2 ലക്ഷം 3 ലക്ഷമൊക്കെ ദിവസ ശമ്പളത്തിന് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ പറയും അയാൾക്ക് കൊഴുപ്പാണെന്ന്. കാരണം അയാൾക്ക് ഈ 2 ലക്ഷം 3 ലക്ഷം കിട്ടുന്ന സമയത്ത് അയാൾ എന്തിനാണ് ആ കോപ്പ് നിർത്തി വെച്ചിട്ട് പിന്നെ അയാൾ സംവിധാനം ചെയ്യാൻ പോണേ? അയാൾ അഭിനയിക്കട്ടെന്നേ, അഭിനയിച്ച് 10 കാശുണ്ടാക്കട്ടെ. ആൾക്ക് ഇഷ്ടവുമാണ്. എൻ്റെ ഏത് പടം കാണാൻ പോയാലും സിന്ധു ഇരുന്ന് ചിരിക്കുന്നതാണ് അയാളെ കാണുമ്പോൾ. ജോണിയെ നമുക്ക് ഭയങ്കര അടുപ്പമുള്ളതുകൊണ്ട്, നല്ല പരിചയമുള്ളതുകൊണ്ട് എനിക്ക് അത്രയും തോന്നിയില്ല എങ്കിലും ആ ഹ്യൂമർ സീനുകൾ അല്ലെങ്കിൽ അയാൾ ഒരു അച്ഛനായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന വാചമടിയൊക്കെ കേൾക്കുമ്പോൾ സിന്ധു ഇരുന്ന് ചിരിക്കുന്ന അയാൾ സക്സസ് ആയി എന്നുള്ളതാണ്. എന്തിനാണ് അയാൾ ഇനി CID മൂസയുടെ 2ാം ഭാഗം കൊണ്ട് ഇറങ്ങാൻ പോണേ? എനിക്ക് മനസ്സിലാവില്ല. ദിലീപ് പുനർചിന്തനം നടത്തണമെന്ന് ഞാൻ പറയും.
ഞാൻ ഇത് നേരെ വീണ്ടും വീണ്ടും പറയുന്നേ, ഭാവന പോലൊരു നായിക മനോഹരമായി ചെയ്ത ആ പടത്തിൽ ഇനി ഭാവനയില്ലാതെ നിങ്ങൾ എന്ത് മൂസ ചെയ്യേ? അതുകൊണ്ട് നിങ്ങൾ അത്തരം ചിന്തകൾ മാറ്റണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കിഷ്ടമായില്ലെന്ന് പറയാം, പക്ഷേ മറ്റുള്ളവർ കാണരുതെന്ന് പറയരുത്. മറ്റുള്ളവർ ഈ സിനിമ, ഒരാളും ഈ സിനിമ കാണാൻ പോകരുതെന്ന് ഒരു ഈ റിവ്യൂ ബോംബിങ് നടത്തുന്ന ഒരാളും പറഞ്ഞിട്ടില്ല. ദിലീപ് പറയുകയാണ് ആരൊക്കെ പറഞ്ഞു മറ്റുള്ളവർ ഈ സിനിമ കാണരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ദിലീപേ. പറയാത്ത കാര്യങ്ങൾ പറയരുത്. നമ്മൾ കൊടുക്കുന്നത് വിഷമല്ല, ഇതിലേക്ക് ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കുന്നുമില്ല എന്ന്. അതായത് സിനിമ എന്ന് പറഞ്ഞാൽ വിഷമല്ലെന്നാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ കോമൺ സെൻസ് ഉള്ളവരല്ലേ മലയാളി. അത് ദിലീപ് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ 100 രൂപ കൊടുത്ത പടമല്ലേ, നിങ്ങളത് കാണണ്ട എന്നാണ് ദിലീപ് പറഞ്ഞത്. നിങ്ങൾ 100 രൂപ കൊടുത്ത് എൻ്റെ സിനിമ കാണണ്ടെന്ന്. 100 രൂപ വെച്ച് 1,00,000 പേര് കണ്ടില്ല എങ്കിൽ നിങ്ങളുടെ പടത്തിന് കളക്ഷൻ എവിടെ പോകും? അതുകൊണ്ട് ഈ 100 രൂപ കൊടുക്കുന്നവന് വില കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 5-6 പേര് കാണണ്ട എന്ന് പിന്നെ തിരുത്തി പറയുന്നു. അതായത് റിവ്യൂ ചെയ്യുന്ന 5-6 പേര് കാണണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അതുപോലെ തന്നെ അദ്ദേഹം ഒരാവശ്യമില്ലാതെ പറയുകയാണ് ശ്യാം പുഷ്കറിനെ പോലെ തന്നെ ഉദയകൃഷ്ണയും ബ്രില്യൻ്റ് ആണ്. ഉദയകൃഷ്ണ ബ്രില്യൻ്റ് ആണെന്നേ. ഞാൻ ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ ഉദയകൃഷ്ണയോട് ഞാൻ പറയുകയാണ്, ഉദയകൃഷ്ണ, എന്നോട് ഒന്നിലധികം ആൾക്കാർ പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. അതായത് ദിനേശേ, നിങ്ങളുടെ ആബ്സെൻറ്റിൽ നിങ്ങളെപ്പറ്റി ഉദയകൃഷ്ണ എന്ത് നല്ല വാക്കുകളെന്നറിയോ പറയുന്നത്. നിങ്ങൾ മിടുക്കനാണ്, നിങ്ങൾക്ക് അർഹിക്കുന്ന സിനിമകൾ കിട്ടാതെ പോയതിലാണ് നിങ്ങൾക്ക് പേരെടുക്കാൻ പറ്റാതെ പോയതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു എന്ന് എന്നോട് ഒന്നിലധികം പേരെന്നോട് പറഞ്ഞു. ഞാനെപ്പോഴും മനസ്സുകൊണ്ട് ഉദയകൃഷ്ണയ്ക്ക് നന്ദി പറഞ്ഞു. കാരണം നമ്മുടെ ആബ്സെൻറ്റിൽ നമ്മളെപ്പറ്റി എന്തെല്ലാം പോക്കൃത്തനങ്ങൾ പറയുന്നവരുണ്ടെന്നറിയാം. ഞാനൊരു വളരെ അടുത്ത സുഹൃത്തായി കരുതിയിരുന്ന ഒരു നടനുണ്ട്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു നടൻ. അയാൾക്ക് വലിയൊരു വേഷം ഞാൻ നിമിത്തം ഒരു സിനിമയിൽ വാങ്ങിക്കൊടുത്തു. ആ നന്ദി എന്നോടുണ്ടായിരുന്നു. അയാൾ ഒരു പുതിയ മാരുതി കാർ എടുത്തപ്പോഴൊക്കെ എന്നെയാണ് ആ കാർ കയറ്റിക്കൊണ്ട് ആഹാരമൊക്കെ വാങ്ങി തന്നെ. പക്ഷേ അയാളൊരു വലിയ നടനായി മാറിയപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ്റെ ഒരു സെറ്റിൽ ഇരുന്നുകൊണ്ട് ഈ നടൻ പറയുകയാണെന്ന്, ആ ദിനേശ് ഭയങ്കര അഹങ്കാരിയല്ലേ, അയാൾ ഭയങ്കര ബോർണാണ്, അഹങ്കാരി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അത് കേട്ടോണ്ടിരുന്ന പി ശ്രീകുമാർ എന്നുള്ള നടൻ ചോദിച്ചു, തനിക്ക് ദിനേശിനെ എത്ര കാലമായിട്ട് അറിയാം? ഒരുപാട് കാലമായിട്ട് അറിയാം. തനിക്ക് അറിയില്ല ദിനേശിനെ, അതുകൊണ്ടാണ് താൻ ഇങ്ങനെ അയാളെപ്പറ്റി പറയുന്നത്, അയാൾ നിഷേധിയാണ്, ബോറനാണെന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞു. എന്ന് ഞാൻ പറയുന്നത്, ദിലീപിനെ പോലൊരാൾ അല്ല, ഞാൻ ഇത് പറഞ്ഞത് ഉദയകൃഷ്ണൻ കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് ശ്യാം പുഷ്കറിനെ പോലെ ഒരാളിനെ ഉദയകൃഷ്ണനുമായിട്ട് കമ്പയർ ചെയ്യേണ്ട. ശ്യാം പുഷ്കർ വളരെ ജൂനിയറായ ആളെന്ന് മാത്രമല്ല, അയാളുടെ വഴി വേറെയല്ലേ. അയാൾ ഈ പറയുന്ന പോലത്തെ ഇപ്പോഴത്തെ ഈ ദിലീപിൻ്റെ സിനിമകൾ പോലുള്ള സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന ആളല്ലല്ലോ. അതുകൊണ്ട് അയാളെ അങ്ങ് വിടുന്നേ. ബ്രില്യൻസ് ആണോ എന്നൊക്കെ ജനം തീരുമാനിച്ചോട്ടെ. എന്തായാലും ഉദയപുരം സുൽത്താൻ, മൈ ഡിയർ കരടി, ദോസ്ത്, കൊച്ചി രാജാവ്, ഡാർലിംഗ്, സുന്ദരപുരുഷൻ, സി.ഡി. മൂസ, റൺവേ, വെട്ടം തുടങ്ങി റിപ്പീറ്റ് വാല്യൂ ഉണ്ടായിരുന്ന ഒരുപാട് സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ് ഉദയകൃഷ്ണൻ. അയാൾ കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമയും നന്നായി തന്നെ. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അറിഞ്ഞത് ഉണ്ണിമൂന്തൻ അഭിനയിക്കുന്ന ബ്രൂസ്ലി എന്ന് പറഞ്ഞ പടം, ഉണ്ണിമൂന്തൻ കാശ് മുടക്കി വൈശാഖ് സംവിധാനം ചെയ്ത് ഉദയകൃഷ്ണൻ എഴുതാനിരുന്ന സിനിമ ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നത് കേട്ടു. അടുത്ത മമ്മൂട്ടിയും ഉദയനും ഉണ്ണികൃഷ്ണനും ചേർന്ന് സീരിയസ് ആയ ഒരു ഫിലിം മേക്കിംഗ് നടത്താൻ പോകുന്നു എന്ന് പറയുന്നു. നടക്കുമോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ആറാട്ടിനേക്കാൾ വലിയ സിനിമ മോഹൻലാലും ഞാനും ഉണ്ണികൃഷ്ണനും കൂടെ ചെയ്യുമെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ വരുന്ന ഒരു പടം ഞാൻ ഉണ്ണികൃഷ്ണനും കൂടെ, ഉദയകൃഷ്ണനും ഞാനും കൂടെ ചെയ്യുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. ഇതെല്ലാം എന്താവുമെന്ന് എനിക്കറിയില്ല. റിവ്യൂവിനെതിരല്ല എന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു. അവകാശമാണത്, ഉപയോഗിക്കുന്ന രീതിയാണ് മാറ്റേണ്ടത്. അതുപോലെ അഭിനയിക്കുന്നവരെ കളിയാക്കരുത്. ഓടയിൽ നിന്ന് ഞാൻ കേട്ടെ, ഈ അഭിനയിക്കുന്നവരെ കളിയാക്കരുതെന്ന് പറയാൻ നമുക്ക് എന്ത് അവകാശമുണ്ട് ഉണ്ണികൃഷ്ണ? ഇപ്പോൾ ഓടയിൽ നിന്ന് എന്ന് പറഞ്ഞ കേശവദേവിൻ്റെ നോവൽ സിനിമയായി. ആ സിനിമ കണ്ടിട്ട് കേശവദേവ് പറഞ്ഞത്, എൻ്റെ പപ്പു ഞാൻ എഴുതിയതിനേക്കാൾ അനശ്വരമായി സ്ക്രീനിൽ കണ്ടു എന്നാണ് സത്യമാഷിനെ കുറിച്ച് പറഞ്ഞത്. അതേ കേശവദേവിൻ്റെ റൗഡി എന്ന് പറഞ്ഞ നോവൽ എടുത്ത് സിനിമയാക്കിയപ്പോൾ കേശവദേവ് പറഞ്ഞു, എൻ്റെ റൗഡിയെ കൊന്നു. രണ്ടും കേശവദേവാണ് പറഞ്ഞത്. അപ്പോൾ റിവ്യൂ ചെയ്യുന്നത് തെറി പറയലാണോ എന്നൊക്കെ ചോദിക്കുന്നു. തെറി പറയുന്നതൊക്കെ ഭയങ്കര ബോറാണ്, ഒരിക്കലും പറയാൻ പാടില്ല. സഭ്യമായ ഭാഷയിലല്ലാതെ ആർക്കും പറയാനുള്ള അവകാശമില്ല എന്നുള്ളതിലൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ഞങ്ങളെ ഇനി അവർ പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഉണ്ണികൃഷ്ണ, ഞങ്ങളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട, ഞങ്ങൾ പറഞ്ഞുതരാം, ആ രീതിയിൽ നിങ്ങളങ്ങ് പ്രൊമോട്ട് ചെയ്താൽ മതി, റിവ്യൂ ഒക്കെ അങ്ങനെ മതി എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ജിന്ന് എന്ന് പറഞ്ഞ പടം ഇറങ്ങുന്നതിന് മുമ്പ് മോശമാണെന്ന് പറഞ്ഞു കളഞ്ഞു എന്നാണ് വേറൊരു പരാതിയായിട്ട് പറയുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഉണ്ണികൃഷ്ണൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജയിലർ, ഫാലിമി, മാളികപ്പുറം, എന്നാൽ താൻ പോയി കേസ് കൊടു, കണ്ണൂർ സ്ക്വാഡ്,
ഇതൊക്കെ ഇവിടെ ഈ റിവ്യൂ ബോംബിങ് നടക്കുന്നതിനിടയിൽ കൂടെ അല്ലേ വലിയ ഹിറ്റായത്. അതെന്തുകൊണ്ട് ഹിറ്റായി എന്ന് മാത്രം പഠിച്ചാൽ മതി. ബാന്ദ്രയുടെ വിജയമില്ലായ്മ അടക്കമുള്ളതിന് ഉത്തരം കിട്ടും. ഞാൻ ഇതിൽ കൂടുതൽ പറഞ്ഞ് വഷളാകാൻ നിൽക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞതെല്ലാം നല്ല അർത്ഥത്തിൽ ദിലീപ് ആയാലും ശരി, ഉദയകൃഷ്ണ ആയാലും ശരി, അരുൺ ഗോപി ആയാലും ശരി, ഉണ്ണികൃഷ്ണൻ ആയാലും ശരി, നല്ല അർത്ഥത്തിൽ എടുക്കണം. ഒരു റിവ്യൂ കൊണ്ടൊന്നും ഒരു സിനിമയെ തോൽപ്പിക്കാൻ കഴിയില്ല എൻ്റെ ഉണ്ണികൃഷ്ണ. അതൊക്കെ വെറും മിഥ്യാധാരണയാണ്. ഒരു റിവ്യൂ കൊണ്ട് ഒരു സിനിമയെ വളർത്തിയെടുക്കാനും പറ്റില്ല, പൊങ്ങൂല. അത് മനസ്സിലാക്കുക. ഏറ്റവും ചുരുങ്ങിയത് ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞ നവാഗതനായ സംവിധായകനെ വർഷങ്ങളോളം നാന എന്ന് പറഞ്ഞ സിനിമാ വാരികയിൽ അയാളുടെ പേരെഴുതുകയോ അയാളുടെ സിനിമയുടെ പരസ്യം കൊടുക്കുകയോ ചെയ്യാതിരുന്നിട്ട് പോലും അന്ന് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്താവുന്ന സിനിമാ വാരികയായിരുന്നു നാന. എന്നിട്ട് പോലും ബാലചന്ദ്ര മേനോൻ്റെ കയ്യിൽ എന്താ പറയുക, കഴിവുണ്ടായിരുന്നതുകൊണ്ട്, സ്റ്റഫ് ഉണ്ടായിരുന്നതുകൊണ്ട് ബാലചന്ദ്ര മേനോനെ നാനയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ റിവ്യൂ ബോംബിങ് നടത്തുന്നവർ വിചാരിച്ചാൽ തല്ലിപ്പൊളി പടങ്ങളെ പൊളിക്കാമെന്നുള്ളതല്ലാതെ നല്ല സിനിമകളെയും നല്ല സിനിമാക്കാരെയും തകർക്കാൻ കഴിയില്ല എന്ന് ഉണ്ണികൃഷ്ണന്മാർ വിചാരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആർക്കും എന്നോട് വിരോധം വേണ്ട. നേരെ വാ നേരെ പോ എന്ന് പറഞ്ഞതാണ്. ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.